ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم ثلاث لازمات لأمتي الطيرة والحسد وسوء الظن فقال رجل ما يذهبهن يا رسول الله ممن هن فيه قال إذا حسدت فاستغفر الله وإذا ظننت فلا تحقق وإذا تطيرت فأمضي صدق شفيعنا رسول الله صلى الله عليه وسلم لا تغتبن أحدا فضلا عن العلماء ولو بسهو لما في لحمهم ضعف إن الضعاف متى ما كنت تأكله ولو بجهل جرى في نفسك التلف إن الضعاف متى ما كنت تأكله ولو بجهل جرى في نفسك التلف فتش عيوبك قبل الغيب غيرك من قل لي من الناس من عيب له سلما ولا تكن كذباب بالجروح وقع دون الصحاح من الأعضاء مستلما يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുവന്യരായ ഉസ്താദുമാരെ, പണ്ഡിതരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്ത് ധാരാളം വിഷയങ്ങൾ അനുദിനം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇന്ന് നാം ഓതിവെച്ച ആയത്തിലൂടെ പഠിക്കാൻ പോവുകയാണ്. സത്യവിശ്വാസികളുമായി
ഇടപഴകുന്ന നമ്മുടെ ജീവിതത്തിൽ അവരുടെ കൂട്ടത്തിലായി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട 3 വസ്തുതകളാണ് ഇന്നലെ നാം ഉണർത്തിയത്. അത് 3ഉം നമ്മുടെ വാക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അത് ശ്രദ്ധിക്കുന്നതോടൊപ്പം സൂക്ഷിക്കുന്നതോടൊപ്പം സൂറത്തുൽ ഹുജറാത്തിലെ അവസാനത്തെ നമ്മെ വിളിക്കുന്ന ഒരു വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു. ഇനി ഈ തലക്കെട്ട് വരാനില്ല. 5ാമത്തെ പ്രാവശ്യമുള്ള ഒരു വിളിയാണ്. കഴിഞ്ഞ 4 വിളികളുടെയും പിന്നിലിരിക്കുന്ന ആശയങ്ങൾ കഴിവിന്റെ പരമാവധി നാം കേട്ടു ഗ്രഹിച്ചു. സത്യവിശ്വാസികളായ നമ്മെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സ് മരവിക്കാനും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാനും പ്രധാന ഹേതുവായ നമ്മുടെ തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ അതെല്ലാം ദൂരീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായുള്ള അസാന്നിധ്യത്തിൽ അവരുടെ ബഹുമതി കാത്തുസൂക്ഷിക്കാനുള്ള നിർദ്ദേശവും അള്ളാഹു നമുക്ക് നൽകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനിന്റെ സൂക്ഷിപ്പുകാരെ, സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കതീറം മിനദ്ദൻ, ഇജ്തനിബൂ നിങ്ങൾ വർജിക്കുക, കതീറം മിനദ്ദൻ കൂടുതൽ ധാരണകളെയും നിങ്ങൾ വർജിക്കുക. കൂടുതൽ ധാരണകളെ വർജിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന കാരണം ഇന്ന ബഅ്ളദ്ദന്നി ഇസ്ം, ധാരണകളിൽ ചിലത് കുറ്റങ്ങളാണ്, കുറ്റത്തിലേക്ക് നയിക്കുന്നവയാണ്. അതുകൊണ്ട് എല്ലാ ധാരണകളും സൂക്ഷിക്കണം. ധാരണ പിശകുകൾ വന്നു ചേരരുത്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് നല്ലത് ധരിക്കണം. ബാഹ്യതലത്തിൽ മോശം കണ്ടാലും അതിനെ നല്ലതായി വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കണം. ഒന്നും നമുക്കറിയുന്നില്ലെങ്കിൽ നല്ല മനസ്ഥിതിയോടെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റു തിരുത്തി മനസ്സ് നന്നാക്കണം. ഇജ്തനിബൂ കസീറം മിനദ്ദൻ, കൂടുതൽ ധാരണകളെയും നിങ്ങൾ വർജിക്കുക. ഇന്ന ബഅ്ളദ്ദന്നി ഇസ്ം, ധാരണകളിൽ ചിലത് കുറ്റമുള്ളതാണ്, കുറ്റത്തിലേക്ക് നയിക്കുന്നതാണ്. വലാ തജസ്സസൂ, ചിക്കിച്ചികഞ്ഞു ചൂഴ്ന്ന് അന്വേഷിക്കരുത്. മറ്റുള്ളവരുടെ സ്വകാര്യതകൾ അറിയാൻ വേണ്ടി, രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി, അവർ ഒളിച്ചു സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി പല ഭാഗങ്ങളും പറഞ്ഞ് നിങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കരുത്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെ കുറ്റം പറയരുത്. മറ്റുള്ളവരുടെ കുറ്റം നിങ്ങൾ പറയരുത്. എന്നിട്ട് അല്ലാഹു അവസാനം പറഞ്ഞ വിഷയത്തെ ഗൗരവത്തോടെ ചോദിക്കുന്നു. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ, നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുമോ? മൈതൻ, ആ മാംസം തന്നെ ശവമായി കിടക്കുന്ന രീതിയിൽ, നിർജീവമായി കിടക്കുന്ന രീതിയിലുള്ള മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ, അത് നിങ്ങൾ വെറുക്കുകയില്ലേ? അല്ലെങ്കിൽ നിങ്ങളതിനെ വെറുത്തേക്കണം. വത്തഖുല്ലാഹ്, ഇത്രയും പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഇന്നത്തേതു മാത്രമല്ല, ഇത്രയും പറഞ്ഞ നിർദ്ദേശങ്ങളിൽ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് നിങ്ങൾ തഖ്വ ചെയ്യണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, ശരിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ്,
തൗബ സ്വീകരിക്കുന്നവനാണ്. റഹീം, തൗബ സ്വീകരിച്ച ശേഷം നല്ല നിലക്ക് ജീവിതം തരാൻ, റഹ്മത്ത് നൽകാൻ അല്ലാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് നല്ല നിലക്ക് തൗബ ചെയ്ത് നന്നാകണം എന്ന നിർദ്ദേശമാണ് അവസാനം തരുന്നത്. ഒന്നാമതായി പറയുന്ന വിഷയത്തിൽ നിന്ന് 3 വിഷയങ്ങളാണ് ഈ സൂക്തത്തിൽ നമ്മോട് പഠിപ്പിക്കുന്നത്. 3ഉം അതിൻ്റെ എല്ലാ നിലക്കുമുള്ള വിഷയങ്ങൾ കാര്യഗൗരവത്തോടെ കേട്ട് നാം സ്വീകരിച്ച് നന്നാവണം. നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ വരുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പർവ്വതീകരിച്ച് എപ്പോഴെങ്കിലും അതിന് ഉപോത്ബലകമാകുന്ന ഒരു കാര്യം കൂടി സഹായകമായി കണ്ടെത്തിയാൽ ഒരുപക്ഷെ നമ്മളത് ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി മെനക്കെടും. ആ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് മറ്റൊരാളോട് പറയാനും നമ്മൾ വെമ്പൽ കൊള്ളും, നമ്മളത് പറയും. അപ്പൊ ആദ്യം അല്ലാഹു പറയുന്നത് മനസ്ഥിതിയാണ്. മനസ്ഥിതി നന്നാക്കണം. മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള മനസ്സ് നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ സഹോദരനായ സുഹൃത്തായ മുസ്ലിമിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വന്നതിനെ പറ്റി നീ നല്ലതല്ലാതെ ധരിക്കരുത്. വലാ തളുനൻ ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുസ്ലിം ഇല്ലാ ഖൈറാ. നിന്റെ കൂട്ടുകാരനായ, നിന്റെ സുഹൃത്തായ, സഹോദരനായ മുസ്ലിമിൽ നിന്നൊരു വാക്ക് പുറത്തേക്ക് വന്നു. പുറത്തു വന്ന ആ വാക്ക് പലതിനും സാധ്യതയുള്ള വാക്കാണ്. എന്നാൽ നീ അതിൽ വിചാരിക്കേണ്ടത് ഇല്ലാ ഖൈറൻ, നന്മയാണ്. അയാൾ അങ്ങനെ പറഞ്ഞതാകൂ, ഇങ്ങനെ പറഞ്ഞതാകൂ, എന്നെ അയാൾ വേറെന്തിനോട് ഉപമിച്ച് പറഞ്ഞു, അതിലേക്കൊന്നും നിന്റെ മനസ്സ് പോകണ്ട. നിന്റെ മനസ്സ് പോകേണ്ടത് കൃത്യമായും അയാൾ ഇതായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ കുറച്ചൊക്കെ നല്ല ആളായിട്ടുണ്ട് എന്നയാൾക്ക് കരുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ നമ്മളെ മനസ്സ് വേഗം പോവുക അങ്ങോട്ടല്ല. നമ്മളെ മനസ്സിൽ വേഗം പോവുക അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന വളഞ്ഞ ശൈലിയിലേക്ക് പോകും. ഒരുപക്ഷെ അതൊന്നും പറഞ്ഞ കൂട്ടുകാരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകൂല, സുഹൃത്ത്, സഹോദരൻ. അപ്പൊ നിന്റെ കൂട്ടുകാരനിൽ നിന്ന്, നിന്റെ സുഹൃത്തിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന് നിന്നെക്കുറിച്ചൊരു വാക്ക് വന്നാൽ നീ ആ വാക്കിനെ പറ്റി ഖൈർ കരുതണം. വഅന്ത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മലാ. അതിന് നല്ല ഒരു വ്യാഖ്യാനം വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങനെ വെച്ചു കൊടുക്കണം. എന്നാ പിന്നെ മനസ്സിൽ കാര്യമായിട്ടൊരു വെറുപ്പുണ്ടാകൂല. അങ്ങനെയാണ്. എന്നോടൊരാൾ പറഞ്ഞു എന്നുള്ള വാക്ക് അയാൾ ഉദ്ദേശിച്ചത് ഖൈറാണ്, അല്ലെങ്കിൽ നേർക്ക് അയാൾ പറഞ്ഞതാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് അങ്ങനെയല്ല. നമ്മൾ അതുകൊണ്ട് വേറെ ഏതോ മാർഗമാണ് കരുതിയത്, വഴിയാണ് കരുതിയത്. എന്നാൽ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ദുഷിക്കുകയാണ്. അയാൾ പറഞ്ഞത് നന്മയാണ്, നമ്മളെപ്പറ്റി നല്ലൊരു ഖൈർ വിചാരിച്ച് പറഞ്ഞതാണ്. നമ്മളിപ്പോ അങ്ങനെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് വരുമ്പോ, ഓ ഇപ്പൊ പഴയ മാതിരി ഒന്നല്ലല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ. ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആകൃതിയോ തടി കൂടിയെന്നോ? എന്താണ് ഇപ്പോൾ അയാൾ ഉഷാറായി നിർത്തിയത്? സാമ്പത്തികമായ സ്രോതസ് വർദ്ധിച്ചു എന്നോ? അല്ലല്ല, ഞാൻ പള്ളിയിൽ നിന്ന് വരികയാണ്, അതുകൊണ്ട് അയാൾ എന്നെ പറ്റി നല്ലത് പറഞ്ഞതാ, മദ്ഹ് പറഞ്ഞതാ. അങ്ങനെ നമ്മൾ ആ വാക്ക് വ്യാഖ്യാനിക്കേണ്ടത്. അല്ല വേറെ ഏതെങ്കിലും വഴിക്കത് വ്യാഖ്യാനിച്ചാൽ അയാൾ അങ്ങനെ കരുതിയിട്ടുണ്ടാകൂല. അപ്പൊ അയാളെ പറ്റി ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വന്നുകൂടി. അത് വരാൻ പാടില്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് അത്രമാത്രം പവിത്രതയുണ്ട്. ഒരു വിശ്വാസിയെ പറ്റി അങ്ങനെ ധരിക്കരുത് എന്ന് പറയാൻ കാരണം വിശ്വാസിയുടെ പവിത്രത നാം ഉൾക്കൊള്ളണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ തങ്ങൾ പറയുന്നുണ്ട്, മാ അത്യബകി വ അത്യബ റീഹകി. ഓ കഅബ, നിന്റെ വിശുദ്ധി എത്രമാത്രം വലുതാണ്, നിന്റെ സുഗന്ധം എത്രമാത്രം വിശുദ്ധമാണ്. മാ അഅ്ളമകി വ അഅ്ളമ ഹുർമതകി.
നിനക്ക് അല്ലാഹു എത്രമാത്രം വലിയ ബഹുമാനമാ തന്നത്, എത്രമാത്രം വലിയ ബഹുമാനമാണ് അല്ലാഹു തന്നത്. ആ ബഹുമാനത്തിന്റെ വലുപ്പം എത്രമാത്രമാണ്. ഇത് വിശുദ്ധമായ കഅബയോട് പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ശരീരം നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ തന്നെയാണ്, എനിക്ക് കഴിവ് തന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅ്ളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി. കഅബ, നിനക്ക് പവിത്രതയുണ്ടല്ലോ, നിന്നെക്കാളും പവിത്രധന്യമാണ് ഒരു വിശ്വാസിയുടെ ബഹുമാനം. ഒരു മുഅ്മിനിന്റെ ബഹുമാനം നിന്നെക്കാളും പവിത്രമാണ്. കഅബക്ക് ചെറിയ ബഹുമാനമല്ലല്ലോ അല്ലാഹു നൽകിയത്. അവ്വലു ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. മനുഷ്യർക്ക് വേണ്ടി ആദ്യം നിർമ്മിതമായ ഗേഹമാണ്. മലക്കുകൾ ആദ്യമായി ശിലപാകിയ വീടാണ് കഅബ. മലക്കുകളല്ലേ അതിനാദ്യമായി അടിത്തറ പാകിയത്. അല്ലാഹുവല്ലേ അതിന് സ്ഥലം നിർണയിച്ചു കൊടുത്തത്. ആ പവിത്രധന്യമായ കഅബത്തുൽ മുശറഫയേക്കാളും ബഹുമാനം ഒരു മുഅ്മിനായ മനുഷ്യനുണ്ട്. അവന്റെ ശരീരത്തിനുണ്ട്, വാക്കിനുണ്ട്, പ്രവർത്തിക്കുണ്ട്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഹുർമത്തുൽ മുഅ്മിനി അഅളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി. ഓ കഅബ, നിന്നെക്കാളും മുഅ്മിനായ മനുഷ്യൻ പവിത്രധന്യതയുള്ളവനാണ്. മാലുഹു വദമുഹു, വിശ്വാസിയുടെ സ്വത്തും അവന്റെ രക്തവും. വഅൻ യുളന്ന ബിഹി ഇല്ലാ ഖൈർ, നല്ലതല്ലാതെ മുഅ്മിനെ പറ്റി ധരിക്കാൻ പാടില്ലല്ലോ. നല്ലതല്ലാതെ വിശ്വാസിയെ പറ്റി ധരിക്കാൻ പാടില്ലല്ലോ. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വളച്ചൊടിക്കാവതല്ല. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ നാം പെറുക്കിയെടുക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തെ പോലും ഒരിക്കലും തെറ്റിദ്ധരിപ്പിച്ച രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പറയരുത്. മനസ്സിൽ തെറ്റിദ്ധാരണ വന്നാൽ നാവ് കൊണ്ടത് പറയും, അതിന് കടുത്ത പ്രഹരമേൽക്കേണ്ടി വരും. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം പരിസര പ്രദേശത്ത് ഒരു സംഭവമുണ്ടായി. ഒരു സഹോദരിയുടെ ജനാസ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പെണ്ണ്. ജനാസ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്ത് കുളിപ്പിക്കുന്ന സഹോദരിയുടെ കൈ ഒട്ടിപ്പിടിച്ചു. തുണിയൊക്കെയുണ്ട്, ശീലൊക്കെ ചുറ്റിയിട്ടാണ് കഴുകുന്നത്. പക്ഷേ ഗുഹ്യസ്ഥാനത്തിന്റെ ഭാഗത്ത് അങ്ങോട്ട് പിടിച്ചു. എത്ര വലിച്ചിട്ടും വേറിട്ട് പോരുന്നില്ല. ആളുകൾ കുടുങ്ങിയില്ലേ. കൈ മുറിച്ചു മാറ്റിയേക്കണോ എന്നിവരെ പലരും ആലോചിച്ചു. പല പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു, ഇതിനിപ്പോ ശരിക്കൊരു പരിഹാരം പറയണമെങ്കിൽ മദീനത്തേക്ക് പോകണം. കാരണം ലാ യുഫ്താ വമാലിക്കും ഫിൽ മദീന, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടെങ്കിൽ മറ്റാരും ഫത്വ കൊടുക്കാൻ ധൈര്യപ്പെടൂല. എല്ലാവരും മദീനയിലേക്ക് പോകാൻ പറയും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലെത്തി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നിങ്ങളാ കുളിപ്പിക്കുന്ന പെണ്ണിനോട് പോയിട്ടൊന്ന് ചോദിക്കണം, ഗുഹ്യസ്ഥാന ഭാഗത്തേക്ക് കഴുകാൻ വേണ്ടി ഒരുങ്ങുന്നതിന്റെ മുമ്പ് വല്ലതും പറഞ്ഞിരുന്നോ, ചിന്തിച്ചിരുന്നോ? ജനാസ കുളിപ്പിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും അസ്പൃശ്യതകൾ കണ്ടാൽ പുറത്തു പറയരുത് എന്നല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം. ആ ശരീരത്തിനുള്ള ബഹുമാനമാണത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ ഇക്കാലം വരെ ഭാര്യ കാണാത്ത ഒന്ന് കുളിപ്പിക്കുന്ന ആള് കണ്ടു, ജ്യേഷ്ഠനോ അനുജനോ കണ്ടു, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അതില്ല, പിന്നീട് ഉണ്ടായതായ ഒരു കലയാണ്. ആ കല സത്യത്തിൽ വേറൊരു രോഗത്തിലേക്ക്, ഒരു തരത്തിലേക്ക് മാറാൻ ചാൻസ് ഉള്ളതാണെങ്കിലും പറയരുത് എന്നല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം. ഒരാളോടും അത് മിണ്ടരുത് എന്നല്ലേ നിർദ്ദേശം. ഈ പെണ്ണിനെന്താണ് സംഭവിച്ചത് എന്നറിയാൻ അവര് വന്നു, ചോദിച്ചു.
ഗുഹ്യസ്ഥാന ഭാഗത്തേക്ക് കഴുകാൻ വേണ്ടി ഒരുങ്ങുമ്പോ എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും കരുതിയോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ആ ഭാഗം കഴുകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പോയി, മാ അക്സറമാ യുക്താബിഹി, ഈ ഗുഹ്യസ്ഥാനം കൊണ്ടൊക്കെ എന്തെല്ലാം ഈ പെണ്ണ് ചെയ്തു വെച്ചിട്ടുണ്ടാകും, ഈ ഗുഹ്യസ്ഥാനം കൊണ്ടൊക്കെ എന്തെല്ലാം ഈ പെണ്ണ് കളിച്ചിട്ടുണ്ടാകും. നഊദു ബില്ലാഹ്, കിടക്കുന്നതൊരു മുഅ്മിനത്തായ പെണ്ണിന്റെ ശരീരമല്ലേ, കഅബയെക്കാളും പരിശുദ്ധിയുണ്ടല്ലോ ആ ശരീരത്തിനെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ മുഅ്മിനിന്റെ ശരീരം. ആ ശരീരത്തെ പറ്റി അങ്ങനെ ഒരു ചിന്ത വന്നിട്ടൊരു വാക്ക് എന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. ആ വാക്കും കൊണ്ട് ചോദിച്ച ആളുകൾ മദീനയിലേക്ക് വീണ്ടും മടങ്ങി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹാനവർകൾ അതിന് മറുപടി കൊടുക്കുന്നത്, ഫജ്ലിദൂഹാ സമാനീന ജൽദാ, ആ കുളിപ്പിക്കുന്ന പെണ്ണിനെ 80 അടി അടിക്കൂ, എങ്കിലേ കൈ അവിടുന്ന് പോരൂ. ആ പെണ്ണ് നടത്തിയത് തികച്ചും ആരോപണമാണ്, വ്യഭിചാരാരോപണമാണ്. 4 അക്ഷരം 4 കലിമത്തുകളാണ് പറഞ്ഞതെങ്കിലും അതിന്റെ ധ്വനിയിൽ നിന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എത്ര ഗൗരവം നിറഞ്ഞതാണ്. 80 അടി അടിക്കാൻ പറയണം ആ പെണ്ണിനെ. 80 അടി അടിച്ചപ്പോഴാണ് കൈ അവിടെ നിന്ന് പറഞ്ഞു പോരുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിന്റെ ധാരണകൾ എപ്പോഴും നന്നാക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാര് ധാരണ പിശകുകളെ കൊണ്ട് ജീവിതത്തിന്റെ സുഖം തന്നെ നഷ്ടപ്പെടുന്നവരുണ്ട്. ബാപ്പമാര് ഉമ്മമാര് ധാരണ പിശകുകളെ കൊണ്ട് എല്ലാ നിലക്കുമുള്ള സ്വസ്ഥത തകരുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വിശ്വാസിയായ മനുഷ്യന് എന്റെ ഉമ്മത്തിന് 3 കാര്യങ്ങൾ എപ്പോഴും പിടികൂടി വരും. എന്റെ ഉമ്മത്തിന് 3 കാര്യങ്ങൾ അനിവാര്യമായപ്പോഴും ചേർന്ന് വരാറുണ്ട്. സലാസുൻ ലാസിമാതുൽ ഉമ്മത്തി, 3 എണ്ണം എന്റെ ഉമ്മത്തിന് എപ്പോഴും ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും. 1 അത്വീറത്തു, ശകുനം നോക്കൽ, ലക്ഷണം നോക്കൽ. 2ാമത്തത് വൽ ഹസദു, അസൂയ. 3ാമത്തത് വസൂഉല്ലന്നി, തെറ്റിദ്ധാരണ, ദുർധാരണ വരാറുണ്ട്. ഇത് 3ഉം പിടികൂടപ്പെടാറുണ്ട്. ലാസിമാത്തുന്ന തങ്ങൾ പറഞ്ഞത് വിട്ടൊടിയാതെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കേട്ട ഒരാൾ ചോദിച്ചു, മാ യുദ്ഹിബുഹുന്ന യാ റസൂലല്ലാഹ് മിമ്മൻ ഹുന്ന ഫീ, ഇതൊക്കെ ഒരാളിലുണ്ടെങ്കിൽ ഇത് നീക്കാൻ എന്താ മാർഗം? ഉണ്ട് എന്നുള്ളത് ശരി തന്നെ നബിയെ, അത് നീക്കാൻ എന്താ പഴുതുള്ളത്? അത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. തങ്ങൾ പറഞ്ഞു, ഇദാ ഹസത്ത ഫസ്തഗ്ഫിരില്ലാഹ്, അസൂയ വന്നുപോയാൽ ഉടനെ നീ പറഞ്ഞേക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എന്തിനാ അസൂയ വരുമ്പോ ഒരു ഇസ്തിഗ്ഫാർ? എന്താ അസൂയ എന്ന് പറഞ്ഞാൽ, ഒരാൾക്കാ കൊടുത്തത് ശരിയായില്ല എന്നല്ലേ? ആരാ കൊടുത്തത്? ഈ ചിന്തിക്കുന്ന ആളെ കുടുംബത്തിൽ ആരാ കൊടുത്തതാ? അള്ളാഹു കൊടുത്തതല്ലേ? ഒരാൾക്ക് കൊടുത്തത് ശരിയായില്ല, നീങ്ങിപ്പോകണം, എനിക്ക് കിട്ടണല്ലേ, ആർക്കും കിട്ടണം, പുറത്തേക്ക് പോകണമെന്നല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ അല്ലേ അവിടെ ചോദ്യം ചെയ്യുന്നത്? സത്യത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസൂയക്കാരന് വരുന്ന ഏറ്റവും വലിയ കേടെന്താ? അള്ളാഹുവിന്റെ ഖലാ സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നുള്ള. അള്ളാഹു അല്ലേ ആ സൗന്ദര്യം കൊടുത്തത്, അള്ളാഹു അല്ലേ ആ സൗകര്യം കൊടുത്തത്, നമ്മൾ എന്ത് ചെയ്തിട്ടും എന്താ? അവിടെയല്ലേ ചിന്തിക്കേണ്ടത്. ഹസദ് എത്ര മൂക്കും ആളുകൾക്ക്. ചെറുപ്പകാലത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഒരുമിച്ച് വന്നിരുന്ന് എവിടെ പോയാലും, അത് കല്യാണ വീട്ടിലാണെങ്കിലും മരണ വീട്ടിലാണെങ്കിലും സൽക്കാര വീട്ടിലാണെങ്കിലും 200-250 ശിഷ്യന്മാർ പൊതിയാത്ത ഒരു സ്ഥലവുമില്ല. ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതനെ. ആരാണത്? അല്ലാമ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇതിങ്ങനെ കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ, അവിടെ വന്നപ്പോഴും അങ്ങനെ, മറ്റോടത്ത് വന്നപ്പോഴും ഇങ്ങനെ.
അങ്ങനല്ലേ? അസദുൽ ഫത്താ ഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. ചെറുപ്പക്കാരനോട് അവർക്ക് അസൂയ തോന്നി. ഇദ് ലം യനാലു സഅയഹു, കാരണം ആ ചെറുപ്പക്കാരന്റെ അധ്വാനം അവരാരും എത്തിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരന് കിട്ടിയ ഭാഗ്യം അവർക്കാർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു, കാണുന്ന കേൾക്കുന്ന ആളുകളൊക്കെ പ്രതിപക്ഷക്കാരാവുകയാണ്, തർക്കിക്കുന്നവരും ശത്രുക്കളുമായി മാറുകയാണ്. അങ്ങനെ ഹസദ് മൂത്തിട്ടല്ലേ ഒരു പണ്ഡിതൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ഒരു സദസ്സിൽ ദുആ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഹസദിന്റെ മൂർച്ച! ഷാഫി ഇമാം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ മഹാനവർകൾക്ക് അതിലൊരു വെറുപ്പുമില്ല. മഹാനവർകൾ പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ അമൂത വ ഇൻ അമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫിഹാ ബിഔഹദി. കുറെ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊന്ന് മരിച്ചു കിട്ടണം, ഞാനൊന്ന് മരിച്ചു കിട്ടണം. പക്ഷെ ഞാൻ മരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, മരണം എനിക്ക് മാത്രമുള്ളതൊന്നല്ലോ. ഫതിൽക സബീലുൻ ലസ്തു ഫിഹാ ബിഔഹദി, എനിക്ക് മാത്രമേ ഉള്ളൂ മരണമെങ്കിൽ ആ ആലോചനക്ക് അവർക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെ സംഭവിച്ച അവർക്ക് സന്തോഷമൊക്കെ ഉണ്ട്. അതെനിക്ക് മാത്രമുള്ള റൂട്ടാ? അവർക്ക് പോകാനുള്ള റൂട്ടല്ലേ? എല്ലാവർക്കും പോകാനുള്ള റൂട്ടല്ലേ? അവിടെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ അവരാ അങ്ങനെ വിശ്വസിക്കുന്നതിലും അങ്ങനെ ആഗ്രഹിക്കുന്നതിലും ഞാൻ അവരെ പറ്റി പരാതിയൊന്നും പറയുന്നില്ല. ഹസദ് വന്നാൽ ഫസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹുവിനോട് നീ പൊറുക്കലിനെ ചോദിക്കണം. അത് നീങ്ങാനുള്ള മാർഗം പറയുകയാണ്. വഇദാ ളനന്ത ഫലാ തുഹഖിഖ്, വഇദാ ളനന്ത ഫലാ തുഹഖിഖ്. നമ്മളെ കുടുംബത്തില്, നമ്മളെ സമൂഹത്തില് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളിൽ എത്രയോ മൊഴിചൊല്ലുകൾ ധാരണ പിശകളുടെ പേരിലാണ്. യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കിയാൽ, ചിന്തിച്ചു നോക്കിയാൽ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ അടുത്ത് നിങ്ങൾ നോക്ക്, ഒരു മഴ കൊണ്ട് ഭാര്യയെ കൊത്തി പൊളിച്ച് റെഡിയാക്കി തുണ്ടമാക്കി കൊല ചെയ്ത് കളഞ്ഞു. എന്താ കാരണം എന്നറിയോ? നിത്യവേലക്ക് പോകുന്ന ആ പെണ്ണ്, ഭർത്താവാണെങ്കിൽ മഹാമടിയനും, നിത്യവേലക്ക് പോകുന്ന പെണ്ണ് 10 മിനിറ്റ് നേരം വൈകിയപ്പോഴേക്ക് ഇപ്പുറത്ത് സംശയം, ആരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ സഹോദരങ്ങളെ? വാഹനം കിട്ടാൻ നേരം പോകൂലേ? എന്നാ പിന്നെ ഇയാളൊന്ന് പോയി പണിയെടുത്തിട്ട് ആ കുടുംബം പോറ്റണ്ടേ? എന്നേക്കുമായി ജീവിതം അവസാനിച്ചു. മക്കളുടെ കൺമുന്നിൽ വെച്ച്, 6-7 മക്കളുണ്ട്, അവരുടെ കൺമുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയെ, അവരുടെ മാതാവിനെ ഇങ്ങനെ വകവരുത്തുമ്പോ എന്താണ് അതിന്റെ പിന്നിൽ ഹേതു? സൂഉല്ലന്നാണ്, തെറ്റിദ്ധാരണ. ജോലിക്ക് പോയ വീട്ടുകാർ പറഞ്ഞു, ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പണിയൊക്കെ തീർത്ത് ഒന്ന് കുളിച്ച് പുറത്തിറങ്ങാൻ ഒരു 5-10 മിനിറ്റ് വൈകിപ്പോയി. അവര്, ആ ജോലി എടുത്ത വീട്ടുകാർ പൊട്ടിക്കരയുകയാണ്. കാരണം അവര് പറയുന്ന ഒരാളോട് പോലും, ഞങ്ങളെ വീട്ടിൽ ഒരാളോട് പോലും ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കാതെ പെണ്ണാണ്. എന്തെങ്കിലും ചോദിച്ചാ ജവാബ് പറയും. ആ ആ ഭർത്താവിന്റെ മനസ്സിൽ വന്നൊരു ധാരണ നോക്ക് നിങ്ങൾ, ധാരണ. പക്ഷെ ആ മക്കൾക്ക് തീരാ ദുരന്തമായില്ലേ? നാട്ടുകാർക്ക് ഒന്നും ഒരു കറുത്ത പുള്ളിയായി മാറിയില്ലേ? പിന്നെ ഒരു സുഖമാണ്, കൃത്യം നിർവഹിച്ചതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതിപ്പോ എല്ലാത്തിലുള്ള പരിപാടിയാണ്. എന്തെങ്കിലും അമ്മാതിരി പണി ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടോ എന്നതിന് സർട്ടിഫിക്കറ്റ് ചെയ്ത് പഴയത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് വെക്കുക. അതിന് മുമ്പൊന്നും ആർക്കും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പോഴേ ആവശ്യം. തെറ്റിദ്ധാരണയുടെ മുകളിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണത് നീങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇദാ ളനന്ത ഫലാ തുഹഖിഖ്, വല്ലതും ധരിച്ചാൽ നീ ഉറപ്പിക്കരുത്. നീ അത് ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷമേ മനസ്സിൽ ഉറപ്പിക്കാവൂ. എന്തെങ്കിലും ഒന്ന് തോന്നിയിട്ട് അങ്ങനെയാണെന്ന് ശരിവെക്കരുത്, എന്തെങ്കിലും ഒന്ന് കരുതിയിട്ട് ഇങ്ങനെയാണെന്ന് വെക്കരുത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ആരോപണം ഉന്നയിച്ച ആളുകളോട് അള്ളാഹുവിന്റെ ചോദ്യം, ലൗലാ ഇദ് സമീതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ.
വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. എന്തേ വിശ്വാസികളെ, അത്തരത്തിലൊരു വാർത്ത കേട്ട സമയത്ത് നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചൂടായിരുന്നില്ലേ? അതൊരു മുഅ്മിനും ഒരു മുഅ്മിനത്തുമാണ്, ഒരു സാദാ പെണ്ണല്ലല്ലോ. ആ ചെറുപ്പക്കാരനായ സ്വഹാബി ഒരു സാദാ ആണല്ലല്ലോ. വിശ്വസ്തനായത് കൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേക ചില ഡ്യൂട്ടികൾ കൊടുത്ത് ആ സ്വഹാബിയെ അലങ്കരിച്ചത്. നല്ലതൊന്ന് കരുതിക്കൂടായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നില്ലേ ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ വ്യാജവാർത്തയാണ്, 1% പോയിട്ട് ഒരു ചെറിയ തുള്ളി പോലും ഇതിൽ യാഥാർത്ഥ്യമില്ല. ഏതൊരു വിഷയം കേൾക്കുമ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഉറപ്പാക്കണം. ധരിക്കുമ്പോഴേക്ക് നീ ഉറപ്പാക്കരുത്. മൂന്നാമത്തത് തീറത്താണ്. ഇന്ന് ശരിയാകൂല, കാരണം ഇന്ന് ലക്ഷണം ഒത്തിട്ടില്ല, ഇന്ന് പോയാൽ ഇന്ന് ജോലി ഒന്നൊരു മൊബൈലിലെത്തൂല. അങ്ങനെ വല്ലതും തോന്നിയാൽ നീ അങ്ങോട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊള്ളണം. ബാക്കിയാണ് അള്ളാഹുവിന്റെ മേൽ വിട്ടുകൊള്ളണം. അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നും ചെയ്യാൻ കഴിയൂല. ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോ എന്നെ മറ്റാളെ കണ്ടത്. നമുക്കെന്തോ കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഒരുക്കല്ലോ. നമ്മൾ സുബഹിസ്കരിച്ചിട്ടുണ്ടോ, ഓതിയിട്ടുണ്ടോ, ദിക്ർ, അതൊന്നും പരിശോധിക്കാൻ ഉറപ്പില്ല. വേറൊരാളെ കണ്ട ആൾ കുടുങ്ങി. വേറെന്തെങ്കിലും ഒരു ജീവിയെ കണ്ട ജീവി കുടുങ്ങി. നമ്മളോ, നമുക്കൊരു കുഴപ്പമില്ല. ഇത് ശരിയാകുന്ന ഒരു നിലക്കും തോന്നുന്നില്ല. എന്തേ? ഇന്ന് കണ്ടതാ ചങ്ങായിനെ. പിന്നെ അയാൾക്ക് പുറത്തൊന്നും ഇറങ്ങണ്ടേ? നിങ്ങൾ പോകുന്നുണ്ട് വിചാരിച്ച ആള് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക വേണ്ടത്. അങ്ങനെ കുറെ ആൾക്കാർ. നിങ്ങൾക്ക് വല്ല ലക്ഷണക്കേടും തോന്നിയാൽ നിങ്ങൾ കാര്യങ്ങൾ അങ്ങ് നടപ്പിലാക്കണം. ബിസ്മില്ലാഹി ചൊല്ലി കാര്യങ്ങൾ അങ്ങ് നടത്തണം. ബാക്കി പൂർത്തിയാക്കി തരല്ലോ അല്ലാഹു തആലല്ലേ. എന്തിനു മോശം തോന്നുന്നു? അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് പേടിയാണ്. പടച്ചോനെ, അയാൾ നോക്കി ഒന്നിപ്പോ ശരിയാക്കുമെന്ന് അറിയില്ല. അയാൾ നോക്കി നല്ല പെരുന്നോട്ടം നോക്കി. അങ്ങനെ വല്ല വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ വല്ലതും കണ്ടിട്ടൊരു പേടിയോ ആരെങ്കിലും കൗതുകങ്ങൾ പറഞ്ഞിട്ടത് പോയി പോകുമെന്ന് പേടിണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ബുദ്ധിമുട്ടൊന്നാകണ്ട. അള്ളാഹുവിനോട് പറയാ, അല്ലാഹുമ്മ ലാ തഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഹബു ബിസ്സയ്യിആതി ഇല്ലാ അൻത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ അങ്ങ് ഉറപ്പിക്കണം. നമ്മൾ പിന്നെ എങ്ങനെ ബാക്കോട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിഷയവുമായി ബന്ധിച്ചൊരു പ്രധാനപ്പെട്ടത് സുഉല്ലന്നാണ്. ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ, കൂടുതൽ ധാരണകളെയും നിങ്ങൾ വർജിക്കണം. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞു നോക്ക് നിങ്ങൾ. അതല്ലേ ഏറ്റവും വലിയ കാരണത്തിന്റെ ഒരു സൗന്ദര്യം. ഇന്ന ബഅദല്ലന്നി ഇസ്ം, ചില ധാരണകളൊക്കെ കുറ്റകരമാണ്. അവിടെയാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത്, ശരിക്ക് ത്വരീഖത്തിലേക്കുള്ള ഒരു സൂചനയാണ് ഈ പറയുന്നത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വത്വരീഖത്തുൻ അഖ്ദും ബിഅഹ്വത കൽവറഅ വഅസീമത്തിൻ കരിയാദത്തിൻ മുതബത്തിലാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദും ബിഅഹ്വത, ഏറ്റവും ഉറപ്പുള്ളത് സ്വീകരിക്കുക. കൽവറഇ, സൂക്ഷ്മത പോലെ. രണ്ട് തലങ്ങളുണ്ട്, മറ്റൊന്ന് അസീമത്തും കൂടി പറയാനുണ്ട്. നമ്മുടെ വിഷയം പറയട്ടെ. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു ചില ധാരണകളൊക്കെ കുറ്റകരമാകുന്നത് കൊണ്ട് പറഞ്ഞത് ചിലത് ഒഴിവാക്കണം എന്നല്ല. ഇജ്തനിബൂ കസീറൻ മിനദ്ദൻ, കൂടുതൽ ധാരണകളും വിടണട്ടോ. എന്താ കാരണം? ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, എല്ലാ ധാരണകളും കുറ്റാണ് എന്നല്ല പറഞ്ഞത്, കുറച്ചങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് മുഴുവനും വിട്ടേക്കണം. ധാരണകളിൽ പെരുത്തും നിങ്ങൾ ഒഴിവാക്കണം. നല്ല വാക്കും നല്ല ധാരണയും വളരെ ചുരുങ്ങിയതേ ഉള്ളൂ, അത് മാത്രം മതി നിങ്ങളെ ഖൽബില്. ഇശാറത്തുൻ ഇലൽ അഖ്ദി ബിൽ അഹ്വതി, ഖുർത്തുബി ഇമാം തങ്ങൾ പറയുന്നു, ഉറപ്പുള്ളത് കൊണ്ട് സ്വീകരിക്കുന്നതിലേക്ക് സൂചനയാണ്. കമാ അന്ന ത്വരീഖൽ മഖൂഫ, പേടിയുള്ള ഒരു റൂട്ടാണ്. ഒരു വഴിക്ക് പോയാൽ അതിൽ നിന്നും കവർച്ചക്കാര്
കവർച്ചക്കാരി എപ്പോഴോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു റൂട്ടിലൂടെ. അങ്ങനെയാകുമ്പോ നീ പോകുന്ന വഴിക്കെല്ലാ സമയത്തും അതിൽ കവർച്ചക്കാരില്ലെങ്കിലും പക്ഷേ വളരെ ചികഞ്ഞ് അന്വേഷിച്ച് ശരിയായ വിവരം കിട്ടിയിട്ടേ നീ അതിലൂടെ പോകൂ. അതൊരു സൂക്ഷ്മതയായതുപോലെ ഇന്ന ബഅളല്ലന്നി ഇത്മുൻ, ചില ധാരണകളൊക്കെ കുറ്റകരമാണ്, കുറ്റത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് പെരുത്ത് ധാരണകളും വിട്ടേക്കൂ, ഉറപ്പുള്ളത് മാത്രം സ്വീകരിക്കൂ, ഉറപ്പുള്ളത് മാത്രം സ്വീകരിക്കൂ. അത് സൂക്ഷ്മമായ മാർഗമാണ്, നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാരണം അതേ മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം റളിയല്ലാഹു അൻഹു ധാരണകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞതിന്റെ കാരണം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ 11ാമത്തെ ആയത്തിൽ പറഞ്ഞ പലതും ഉണ്ടാകുന്നത് ധാരണ പിശകിന്റെ പേരിലാണ്. ധാരണ പിശകുകൾ വരുന്നു, ധാരണകൾ ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ദൂഷ്യതകളൊക്കെ വരുന്നത് ഇതിന്റെ മുകളിലാണ്. അതുകൊണ്ട് പരിഹാസം വരുന്നതും അങ്ങനെയാണ്. ഒരാളുടെ പ്രവൃത്തി കണ്ടിട്ടത് ദുഷ്പ്രവൃത്തിയാണെന്ന് തോന്നുന്നതും അങ്ങനെയാണ്. സത്യത്തിൽ അയാൾ മറന്നു ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ കണ്ട കാഴ്ചക്കാരന് അബദ്ധം സംഭവിച്ചതായിരിക്കും, പലതും വരാം. അങ്ങനത് പോരായ്മയായി വായിച്ചതായിരിക്കും. അതുകൊണ്ട് കസീറൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് നല്ല ധാരണകൾ മാത്രം കെട്ടിപ്പടുക്കുക, അല്ലാത്തത് മുഴുവനും ഒഴിവാക്കുക. ആ നല്ലതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലന്നൂ ബിൽ മുഅ്മിനി ഖൈറാ, വിശ്വാസിയെ പറ്റി നിങ്ങൾ നല്ലത് ധരിക്കണം, വിശ്വാസിയെ പറ്റി നിങ്ങൾ നല്ലത് വിചാരിക്കണം. നല്ലത് ഉറപ്പുള്ളതാണല്ലോ, അത് എടുക്കണം, അല്ലാത്തത് വിട്ടേക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്കണം. ഇവിടെ കണ്ടില്ലേ, ധാരണപ്പിശക് മൂലം പല രൂപത്തിലേക്കും ആളുകൾ ചെന്ന് ചാടിയിട്ടുണ്ട്, പല ദുരന്തത്തിലേക്കും ആളുകൾ ചെന്ന് ചാടിയിട്ടുണ്ട്. അതേ ഇമാം ഖുശൈരി തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ഒരു തഫ്സീറുണ്ട്. ആ തഫ്സീറിലും അതുപോലെ തന്നെ മഹാനവറുകളുടെ റിസാലയിലും ഉദ്ധരിക്കുന്നത് കാണാം. ഷൗനീസിയ പള്ളി എന്നൊരു പള്ളിയുണ്ട്. എവിടെ? ബഗ്ദാദിൽ. ഷൗനീസിയ പള്ളിയുടെ പരിസരത്ത് നടന്ന ഒരു സംഭവത്തെപ്പറ്റി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷൗനീസിയ പള്ളിയുടെ പരിസരത്ത് ഇരിക്കുകയായിരുന്നു. ഒരു ജനാസ നിസ്കാരത്തിന് മയ്യിത്ത് വരുന്നതും കാത്തവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബഗ്ദാദുകാരൊക്കെ പലരും അവിടെ കൂടിയിട്ടുണ്ട്. ബഗ്ദാദിലെ ജനങ്ങൾ അലാ തുബഖാതിഹിം, വ്യത്യസ്ത നിലവാരങ്ങൾ പുലർത്തുന്ന ആളുകൾ പലരും അവിടെ വന്നിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ഒരു സാധുവിനെ കണ്ടു. ആ സാധുവിന്റെ മുഖത്ത് നല്ല ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അയാൾ ജനങ്ങളോട് യാചിക്കുന്നതാ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, ലൗ അമില ഹാദാ അമലൻ യസൂനു ബിഹി നഫ്സഹു കാന അജ്മല ബിഹി. ഇയാളൊക്കെ ഒരു പണിയെടുത്ത് ജീവിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. തൊള്ളോണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, മനസ്സിൽ വിചാരിച്ചതാണ്. നമുക്കൊക്കെ സാധാരണ അങ്ങനെ ധാരണ വരും, നല്ല ആരോഗ്യമുണ്ടല്ലോ ആളെ കണ്ടിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റുമല്ലോ. നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ ധാരണ വായിക്കുമ്പോഴേക്ക് യാചകൻ ഒരു പക്ഷേ ഷർട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് പറയും, ജോലിക്ക് പോകാൻ കഴിയൂലട്ടോ, എല്ലാ തരം ഓപ്പറേഷൻ ഇതാ, വലത്തുനിന്ന് ഇങ്ങോട്ടും ഇടത്തുനിന്ന് ഇങ്ങോട്ടും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒപ്പിച്ച് നടക്കാണ്. ആ ശരിയാണ്, ഇതിനൊന്നും ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയൂല, അല്ലെങ്കിൽ ഈ രൂപത്തിലൊക്കെ കീറി മുറിച്ച ശരീരല്ലേ. അപ്പൊ നമ്മൾ പിന്നെ ധാരണകളൊക്കെ മാറ്റി. ഇയാളിങ്ങനെ ജനങ്ങൾക്കിടയിൽ നടന്നിങ്ങനെ യാചന നടത്തുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സൂഫിയല്ലേ, മഹാപണ്ഡിതനല്ലേ, സയ്യിദു ത്വായിഫ എന്ന ആഭരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനല്ലേ, ഔലിയാക്കളിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളെ കണ്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചത്, പണിക്കൊക്കെ പോയാൽ പിന്നെ ഇയാൾ ഇങ്ങനെ യാചിക്കാൻ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. രാത്രി ഒന്നുറങ്ങി പകുതിയാകുമ്പോഴേക്ക് എഴുന്നേൽക്കുക എന്നെനിക്കൊരു പതിവുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറെ നേരം നിസ്കരിക്കാനുണ്ട്.
അതുപോലെ തന്നെ കരയാനുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലാനുണ്ട്, പ്രാർത്ഥന നടത്താനുണ്ട്. അന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ ഔറാദുകളും എനിക്ക് വളരെ ഭാരമായി. ഞാൻ ഉറക്കൊഴിച്ചിരിക്കുകയാണ്, പക്ഷേ എന്റെ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ്. ഈ സംഭവത്തെ രേഖപ്പെടുത്തിയിട്ട് മറ്റു ചില പണ്ഡിതന്മാര് പറഞ്ഞൊരു വിഷയം ഇടക്ക് ഞാൻ പറയട്ടെ. ഉമ്മമാരെ, പകലിൽ വരുന്ന വിനകൾ, പകലിൽ വരുന്ന അസ്വാരസ്യങ്ങൾ രാത്രിയിലെ ഇബാദത്തിന് തടസ്സമാണ്. രാത്രിയിൽ വരുന്ന അസ്വാരസ്യങ്ങൾ, രാത്രിയിൽ വരുന്ന അനാവശ്യങ്ങൾ, അത് പകലിലെയും ഇബാദത്തിന് തടസ്സമാണ്. അതുകൊണ്ടാ ചില ഉമ്മാരൊക്കെ ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ച് ആകെ 30 ആയത്തെ തബാറക്കിൽ ഓതാനുള്ളൂ. ആ 30 ആയത്തിന്റെ അടുക്ക് 4 ആയത്ത് ഓതുമ്പോഴേക്ക് തൂങ്ങി, പിന്നെ 2 ആയത്ത് ഒന്നുകൂടി തൂങ്ങി. അപ്പൊ മദ്രസയിലെ സ്കൂളിലും പുസ്തകങ്ങൾ എഴുതുന്ന വായിക്കുന്ന കുട്ടികൾ പറയും, ഇതാ അമ്മ ഇങ്ങനെ തൂക്കുണ്ടല്ലോ, ഇപ്പൊ 1/2 കിലോനായി, ഇപ്പൊ 3/4 കിലോനായി. ഓ ഇപ്പൊ കറക്റ്റ് 1.5 കിലോ. 1.5 കിലോ എന്ന് പറഞ്ഞപ്പോ തല മുട്ടി മേശമ്മല്. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ കണ്ണും നോക്കുമ്പോ ഉമ്മാക്ക് വിഷമാണ്, ഒരു ചിരി നിർത്തി. പിന്നെ 2 അർഫോതി പിന്നെയും തൂങ്ങി. ഇത് പകലിലെ ഭാരമാണ്, മനസ്സുകൊണ്ടുള്ള ഭാരം, നാവ് കൊണ്ടുള്ള ഭാരം, ശാരീരിക ജോലികളുടെ ക്ഷീണം അല്ല. അതല്ല, ഞാൻ അതിന് മാത്രം വലിയ ജോലിയൊന്നും എടുത്തിട്ടില്ല. ദിക്ർ ചൊല്ലുമ്പോഴേക്ക് തൂങ്ങി. എന്തില്ലെങ്കില് ദിക്ർ ചൊല്ലായിരുന്നു, ഒരു ക്ഷീണവുമില്ല. തലേന്നൊക്കെ നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ട്, ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. മനസ്സിന്റെ മരവിപ്പാണത്. മനസ്സിൽ വന്ന ധാരണകൾ ശരിയല്ലെങ്കിൽ ഏത് വിഷയങ്ങൾക്കും സൗന്ദര്യം ലഭിക്കൂല. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, രാവിലെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ നീ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തർക്കും കലാമൻ ബഅദ ദാലിക ഗാഫിലാ. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു മേഖലയിലുമുള്ള വർത്തമാനവുമായി, മൊബൈലിലാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ, നീ സമയം തുലക്കരുത്. തർക്കും കലാമൻ ബഅദ ദാലിക ഗാഫിലാ. അങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിനക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. മഹാനവറുകൾ അതിന്റെ മുമ്പും കാരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വയഫൂതു ഹാദാ ബിൽ കസീരി മിൻ ഇഹ്തിമാമിക വഷ്തിഗാലിക ബിദ്ദുനാ മുതഗാഫിലാ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, അതേ ഇശാ നിസ്കാരത്തിന് ശേഷം വെറുതെ സ്വറ പറഞ്ഞിരിക്കുന്ന ആളുകളോട്, ഭാര്യയോട് സംസാരിക്കുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച് സുന്നത്താണ്, അതിഥിയോട് സംസാരിക്കുന്നത് സുന്നത്താണ്, മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന സുന്നത്താണ്, വഅദ് പറയുന്നതും കേൾക്കുന്നതും സുന്നത്താണ്. അതേ ആ കൃത്യങ്ങളൊന്നുമല്ല ഗാഫിലാ. 12 മണിയായാലും ഓൻ അങ്ങാടിന്ന് പോവില്ല. അനാവശ്യങ്ങളിലേക്കൊന്നുമല്ല. ഇന്നലെ പറഞ്ഞതിനൊന്നും പറയണത്, മിഞ്ഞാന്ന് പറഞ്ഞതിനൊന്നും പറയണത്, രാവിലെ പറഞ്ഞതന്നെ ഇങ്ങനെ പറയുന്നത്, മറ്റാളും പറഞ്ഞു, ഇയാളും പറയുന്നു, അങ്ങനെ പറയുന്നു. വെറുതെ പറഞ്ഞ എന്തെങ്കിലും ഫായ്ദ ഉണ്ടോ? ഒരു ഫായ്ദയില്ല. അത് ക്ഷീണം വരുത്തും. നീ പോയി ഉറങ്ങിയാലും കഴിയൂല എണീക്കാൻ. ശരീരത്തിന് ഭാരമാണ്, ഖൽബിന് ഭാരമാണ്. ഉമ്മമാരെ, പകലിൽ അങ്ങനെ വല്ല വൃത്തികേടുകളും വന്നാൽ നേരാനേർക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കേണ്ട ഹദ്ദാദ് പോലും കൃത്യമായി ചൊല്ലാനൊക്കൂല. അതുകൊണ്ട് ശരിക്ക് കരുതണേ, ധാരണ പിശകുകൾ വരരുത്, നാവ് കൊണ്ട് അനാവശ്യങ്ങൾ വരരുത്. അത് രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് തടസ്സമാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അനുഭവമാണ് പറയുന്നത്. ഞാൻ ഉറക്കൊഴിച്ച് കുറെ നേരം രാത്രി സജീവമാക്കാറുണ്ട്, പക്ഷേ അന്ന് എനിക്ക് എന്റെ കണ്ണെന്നെ കീഴ്പ്പെടുത്തുന്നു. ഉറക്കം തൂങ്ങി ഞാൻ വീഴുകയാണ്. എത്ര എഴുന്നേറ്റിരുന്നിട്ടും പിടിച്ചിട്ട് കിട്ടുന്നില്ല, നിസ്കരിച്ചിട്ടൊരു സുഖം കിട്ടുന്നില്ല, കരച്ചിൽ വരുന്നില്ല, ദിക്റിന്റെ ആസ്വാദനം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഒന്ന് ഉറങ്ങി വീണപ്പോഴാണ് ഫറഅയ്തു ദാലികൽ ഫഖീർ, ആ സാധുവായ മനുഷ്യനെ ഞാൻ കണ്ടു. എന്റെ ഗുരുനാഥന്മാരും
ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരും ചേർന്ന് അദ്ദേഹത്തെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഉന്തി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോ വലിയൊരു സുപ്രയുണ്ട്. ആ സുപ്രയുടെ മുൻഭാഗത്ത് ഇയാളെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ പകലിൽ കണ്ട സാധുവിനെ, ഫക്കീറിനെ ഇരുത്തിയിട്ട് അവരെന്നോട് പറഞ്ഞു, കുല്ലഹ്മഹു ഫഖദ് ഇഗ്തബ്തഹു, ഇയാളെ മാംസം നീ കൊത്തിവലിച്ച് തിന്നോ, ഇയാളെ പറ്റിയല്ലേ അപരാധം പറഞ്ഞത്, ഇയാളെ പറ്റിയല്ലേ നീ ഗീബത്ത് പറഞ്ഞത് എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്. എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ശരിക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ അവരോട് മറുപടി പറഞ്ഞു, മഗ്തബ്തുഹു, ഞാൻ എന്റെ നാവ് കൊണ്ട് അയാളെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നമാ ഖുൽതു ഫീ നഫ്സി ശൈആ, ഞാൻ എന്റെ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചതല്ലേ, ഇയാൾക്കൊക്കെ പണിയെടുക്കാൻ പോയാല് ഈ യാചനക്കൊന്നും പോകേണ്ടതില്ലല്ലോ എന്നൊരു കാര്യം വിചാരിച്ചതല്ലേ. അപ്പൊ എന്നോട് മറുഭാഗത്ത് നിന്ന് ഔലിയാക്കൾ പറയുന്നത്, മാ അന്ത മിമ്മൻ യുർലാ മിൻക ബിമിസ്ലിഹി, ഇതുപോലത്തത് നിങ്ങളിൽ നിന്നൊന്നും പൊരുത്തപ്പെടുന്ന സ്വഭാവമല്ല. നിങ്ങളൊക്കെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ, ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ, ഇത്തരത്തിൽ നിങ്ങൾ ധരിക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലത്തവരിൽ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൃപ്തിപ്പെടുന്ന വിഷയമല്ല. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് അദ്ദേഹത്തെ കണ്ട് പൊരുത്തപ്പെടിച്ചോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ അയാളെ കാണാനുള്ള തിടുക്കാണ്. അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കാതെ എന്റെ ഇബാദത്തിന് എനിക്ക് കിട്ടേണ്ട സുഖം കിട്ടൂല എന്ന് എനിക്ക് ബോധ്യമായി. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങനെയാണല്ലോ നമ്മുടെ ഒക്കെ സംഗതി ഒന്നും ഒരു റൂട്ടിലെത്താത്തത്. കിടന്ന് മടിയുന്ന ധാരണ പിശകുകളാണ്. മനസ്സങ്ങ് ഫ്രീ ആക്കി വിട്ടു നോക്കി. നിങ്ങൾ ഒരു 10 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ഇരുന്നിട്ട് ഏകാഗ്രതയോടെ ചൊല്ലുന്നത് എത്ര ചെറുതാണെങ്കിലും അതിന് സന്തോഷം വേറെ. ഓതുന്ന എത്ര ചെറുതാണെങ്കിലും. അതുകൊണ്ടാണ് ഒന്നും മുടിമിപ്പിക്കാൻ കഴിയാത്തത്. 10 മിനിറ്റ് ഇരുന്ന് ഓതണം എന്ന് വിചാരിച്ച ആളും 2.5 മിനിറ്റ് ആകുമ്പോഴേക്ക് എണീറ്റ് പോവാണ്. ഒരു 10 മിനിറ്റ് സ്വലാത്തല്ലട്ടെ എന്ന് കരുതി തീരുമാനിക്കുന്ന ആള് 3 മിനിറ്റ് ആകുമ്പോഴേക്ക് നിർത്താം. വേറെ പലതും വന്ന് മനസ്സിനെ തളച്ചിട്ടു. അപ്പൊ നമുക്ക് ഒരുപാട് നല്ല വിഷയങ്ങൾ നഷ്ടപ്പെടുകയാണ് ധാരണപ്പശവുകൊണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വരാണ്, നേരം പുലർന്ന് വലം അസൽ അതറദ്ദദു ഹത്താ റഅയ്തുഹു, ഞാൻ അയാളെ കാണാൻ വേണ്ടി തെരഞ്ഞങ്ങനെ നടന്നു. നാട് നീളെ നടന്നു. അങ്ങനെ പോയി നോക്കുമ്പോ വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത്, വെള്ളം ഇങ്ങനെ വന്നു വീഴുന്ന ഒരു സ്ഥലത്ത് അയാളെങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തി. അവിടെ സാധാരണ ആളുകൾ പച്ചക്കറികളൊക്കെ പറിച്ച് കഴിക്കാറുള്ള സ്ഥലമാണ്. തലേ ദിവസം ഞാൻ ഷൗനീസിയ പള്ളിയുടെ മുറ്റത്ത് കണ്ട അതേ ഫക്കീർ, ഞാൻ അവിടെ അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ സലാം ചൊല്ലി. ഞാൻ തലേന്നൊന്നും ഒരു പരിചയപ്പെട്ടിട്ടുമില്ലല്ലോ. സലാം ചൊല്ലിയ ഉടനെ എന്നോടൊരു പ്രതികരണം, യാ അബുൽ ഖാസിം അതഊദ്, അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെടുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ, അതഊദു, ഇനി ആവർത്തിക്കുമോ? ഇനി ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളിൽ നിന്ന് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ നിന്നൊരു വിഷയം നിങ്ങളിൽ നിന്ന് ആവർത്തിക്കുമോ? എന്റെ പേര് വിളിച്ചപ്പോഴേക്ക് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, ലാ, ഇനി ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള ധാരണ വെക്കൂല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗഫറല്ലാഹു ലനാ വലക്, നമുക്കും നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. മനസ്സിൽ വന്ന ചിന്ത അല്ലാഹു മാപ്പാക്കി തരട്ടെ. ദുആ ചെയ്തു. പിന്നെ ഞാൻ ഇബാദത്തിന് പിറ്റേന്ന് രാത്രി നിന്നു. എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷം തിരിച്ചു കിട്ടി, നിസ്കാരത്തിൽ ആനന്ദം കിട്ടി, ദ്വാരക്കുന്നതിലൊക്കെ ഇഖ്ലാസ് കിട്ടി, ചൊല്ലുന്ന ഔറാദുകളൊക്കെ കൃത്യമായി ചൊല്ലാൻ പറ്റും. അപ്പൊ മനസ്സിലെ ധാരണകൾ പിശകാകുന്നത് കൊണ്ട് നമുക്ക് വലിയ ദുരന്തമാ വരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇജ്തനിബൂ കസീറം മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്ം.
നിങ്ങൾ മിക്ക ധാരണകളെയും ഒഴിവാക്കണം. അതേ ധാരണകളിൽ ചിലത് കുറ്റത്തിലേക്ക് നയിക്കുന്നതാണ്. ഈ ആയത്തിന്റെ അവതരണത്തെ പറ്റി പറയുമ്പോഴും ശേഷമുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ചൂയിന് അന്വേഷിക്കുന്ന സ്വഭാവവും അതുപോലെ തന്നെ കുറ്റം പറയുന്ന സ്വഭാവവും പിന്നീട് വരുന്നുണ്ടല്ലോ. അത് ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇതിന്റെ അവതരണത്തെ പറ്റി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ സംഭവം കാണാം. ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ രണ്ടാളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. രണ്ടാളും കൂടി യാത്ര പോകുമ്പോ അവരുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു സഹായി. ആ സഹായിയാണ് യാത്രയിൽ അവർക്ക് വേണ്ട ഖിദ്മകളൊക്കെ ചെയ്യുന്നത്. അതേ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സ്വഹാബിമാരുടെ കൂടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് കൊടുത്തു. സൽമാനെ, നിങ്ങൾ ഇവരെ കൂടെ പോകണം, ഇവർക്ക് വേണ്ട ഒത്താശകളൊക്കെ നിങ്ങൾ ചെയ്യണം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് വേണ്ട വെള്ളം കൊണ്ടുവന്നു കൊടുക്കും, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യും. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പമുള്ള യാത്രയിൽ ഒരു സ്ഥലത്തെത്തി. അവരൊക്കെ താമസിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി ഒന്ന് ഉറങ്ങാൻ തോന്നിയപ്പോ മഹാനവറുകൾ കിടന്ന് ഒന്നുറങ്ങി. ഭക്ഷണവും തയ്യാറാക്കിയിട്ടില്ല. ഈ രണ്ട് സ്വഹാബിമാര് അവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ഭക്ഷണം തയ്യാറാക്കാനുള്ള ഖിദ്മത്തിനുമാണല്ലോ സൽമാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കൊടുത്തത്. വന്നു നോക്കുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ. ഭക്ഷണമൊന്നും റെഡിയാക്കിയിട്ടില്ല. ഉടനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തു പോയി ഞങ്ങൾക്ക് വല്ല ഭക്ഷണവും വാങ്ങി വരണം. അങ്ങനെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഉസാമത്ത് ബിൻ സൈദിൻ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഉസാമ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകണം. ഉസാമ റളിയല്ലാഹുവിന്റെ അടുക്കൽ വല്ല ഭക്ഷണവും മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നുകൊള്ളും, അങ്ങോട്ട് പോകണം. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാസിനായിരുന്നു. നബി തങ്ങളെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. അവിടെ എത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, മാ ഇന്ദി ശൈഉൻ, എന്റെ അടുക്കൽ ഒന്നുമില്ല. ഫറജ ഇലൈഹിമാ ഫഅഖ്ബറഹുമാ. ഉസാമ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി ഒന്നും കിട്ടാതിരുന്നപ്പോ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു താൻ ഖിദ്മത്തെടുക്കുന്ന രണ്ട് സ്വഹാബിമാരുടെ അടുത്തേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, വല്ലതും ചോദിക്കാൻ വേണ്ടി ഞാൻ പോയി, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അവിടുത്തെ എല്ലാ ഖിദ്മകളിലും അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകാൻ, നല്ല നിർദ്ദേശങ്ങളൊക്കെ തരാൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരോട് പോയിട്ട് പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ മടങ്ങിപ്പോന്നതാണ്. ആ രണ്ട് സ്വഹാബിമാരും പറഞ്ഞു, എന്തോ ഒന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പക്കലുണ്ട്, പക്ഷേ തരാൻ പിശുക്ക് കാണിച്ചതാണ്. ഉസാമ റളിയല്ലാഹുവിന്റെ അടുത്തേക്കാണ് നബി തങ്ങൾ പറഞ്ഞയച്ചത്. അവിടെ പോയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല എന്നുള്ള വിവരം പറയാൻ വേണ്ടി സ്വഹാബത്തിന്റെ അടുത്തേക്ക് പോയപ്പോ ആ രണ്ട് സ്വഹാബിമാരും പറഞ്ഞു, ഉണ്ട്, ഇല്ലാതെ പിന്നെ നബി തങ്ങൾ അങ്ങോട്ട് വിടൂലല്ലോ, പക്ഷെ തരാൻ ബുഖല് കാണിച്ചുകൊണ്ട് തരാന്നതാണ്. പിന്നെയും ആ രണ്ട് സ്വഹാബിമാരും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണം വേണം, അതുകൊണ്ട് നിങ്ങൾ സ്വഹാബത്തിന്റെ അടുത്തേക്ക് പോകണം. പല സ്വഹാബിമാരുടെ അടുത്തേക്കും ചെന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ആ രണ്ട് സ്വഹാബിമാരും പറഞ്ഞു, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പറഞ്ഞയച്ചാലോ? പരിസരത്തുണ്ടൊരു സുമൈഹ എന്ന പേരുള്ള കിണർ, ആ കിണറിന്റെ അടുത്തേക്ക് വിട്ടാലും വെള്ളം വറ്റിപ്പോകും, അതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ വിടേണ്ടതില്ല. പിന്നെ ആ രണ്ട് സ്വഹാബിമാരും തന്നെ ഇറങ്ങി ഉസാമ റളിയല്ലാഹുവിന്റെ അടുക്കൽ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവർ പോകുന്ന വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു. കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി അറാ ഖൽറത്തൽ ലഹ്മി ഫീ അഫ്വാഹികുമാ. നിങ്ങളെ തൊള്ളേല് നല്ല പച്ചിറച്ചി ഞാൻ കാണുന്നുണ്ടല്ലോ. സ്വഹാബത്തിനോട് പറയാ, നിങ്ങളെ തൊള്ളേല് ഇറച്ചിയുടെ പച്ച ഇറച്ചി, പച്ചപ്പ് ഞാൻ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ തൊള്ളയിലുണ്ടല്ലോ. അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വല്ലാഹി മാ അക്കൽനാ ഫീ യൗമിനാ ഹാദാ ലഹ്മൻ വലാ ഗൈറഹു.
ഇന്നത്തെ പകലിൽ ഞങ്ങളൊരു മാംസവും ഭക്ഷിച്ചിട്ടില്ല, ഒന്നും ഭക്ഷിച്ചിട്ടില്ല. അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. ആദ്യമായി അവരിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ്, അതോടുകൂടി തിരുത്തപ്പെടുകയാണ്. പിന്നീട് ഒരിക്കലും അവരിൽ നിന്നും ഉണ്ടാകാത്ത രീതിയിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ ചൂടോടുകൂടെ തങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നു. നിങ്ങളുടെ നാവുകളിൽ പല്ലിന്റെ ഇടയിലൊക്കെ പച്ച ഇറച്ചി തങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ഇല്ല അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്കൊരു മാംസവും ഇന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട്. വലാകിന്നകുമാ ളിൽതുമാ തഅകുലാനി ലഹ്മ സൽമാന വൗസാമാ. നിങ്ങൾ രണ്ടുപേരുടെ മാംസം കൊത്തിവലിച്ചിട്ടുണ്ട്. നിങ്ങൾ വിട്ടയച്ച സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അതെ ഞാൻ പറഞ്ഞയച്ച ഉസാമ റളിയല്ലാഹുവിന്റെയും മാംസങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചിട്ടില്ലേ? അതുകൊണ്ട് അവരെ കണ്ട് വിഷയം പറഞ്ഞു പൊരുത്തപ്പെടിക്കണം. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറം മിനല്ലൻ. നമ്മളൊരാളോട് കടം വാങ്ങാൻ പോയാലും നമ്മളെ മനസ്സിൽ അങ്ങനെ തന്നെ ധാരണ കൊണ്ട് കിട്ടും. അയാൾ പറഞ്ഞു, ഹക്കൻ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഇങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ച അങ്ങനെ തരുമായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് പൈസ ബാക്കിയുണ്ടെന്ന് തീർത്തു. അതിന്റെ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഭാര്യയുടെ സഹോദരൻ വന്ന് കുറച്ച് കാശ് ചോദിച്ചു, ഞാനത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊന്നും തരാനല്ലേ, എൻ്റെ കയ്യിൽ ആകെ ഒരു 2000 റുപ്യ 3000 റുപ്യ ഉള്ളൂ. നിങ്ങൾ ചോദിച്ചൊന്നും ഒരു 1.5 ലക്ഷം 3/4 ലക്ഷം കിട്ടാനല്ലേ. അപ്പൊ ആ മറുപടി കേട്ട് വിശ്വസിച്ചു പോരേണ്ടതിന് പകരം നമ്മുടെ മനസ്സ് മന്ത്രിക്കരുത്, ചൊറിയരുത്. ഉണ്ടായിട്ടല്ല, ഉണ്ടാകാതിരുന്നിട്ടല്ല തരാത്തത്, നമ്മൾ തിരിച്ചു കൊടുക്കൂലേ എന്നുള്ള പേടി കൊണ്ടാണ്. അതല്ലേ 2 സ്വഹാബിമാരും ഇവിടെ പറഞ്ഞത്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല തരാത്തത്, വലാകിന്നഹു ബഖിലാ, പിശുക്ക് കാണിച്ചതാണ്, ലുബ്ധ് കാണിച്ചതാണ്. അങ്ങനെ ഒരു ധാരണ വെച്ച് പുലർത്താൻ പാടില്ല. ആ പറയുന്നത് നമ്മൾ അങ്ങ് വിശ്വസിക്കുക, അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് സത്യത്തിൽ തെറ്റിദ്ധാരണയിലേക്കും പിന്നെ വിഷയങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കുന്നതിലേക്കും അതുമൂലം കുറ്റം പറയുന്നതിലേക്കും നമ്മളെ നയിച്ചു കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ടാ നമ്മളോട് പറഞ്ഞത്, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ ധാരണയെ സൂക്ഷിക്കണം. ഞാൻ ഇങ്ങനെ ധരിക്കുന്നു അങ്ങനെ ധരിക്കുന്നു എന്ന് പറയരുത്, ഉറപ്പുള്ളത് പറഞ്ഞേക്കണം. ഞാൻ ഇങ്ങനെ ധരിക്കുന്നു അങ്ങനെ ധരിക്കുന്നു എന്ന് പറയുന്നത് കളവാണ്. വലാ തജസ്സസൂ, നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല. ഒരു ധാരണ വന്നാൽ, ധാരണ പിശക് വന്നാൽ അതിന്റെ പിന്നാലെ പിന്നെ ചൂഴ്ന്നന്വേഷിക്കുന്ന സ്വഭാവം വരും. കണ്ട് ശരിക്ക് ബോധ്യപ്പെട്ടിട്ട് വിഷയങ്ങൾ പറയുന്നത് വരെ പലപ്പോഴും സ്വഹാബിമാര് കാര്യങ്ങൾ സമ്മതിച്ചിരുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി നമുക്കൊരു ധാരണ വന്നാൽ നമ്മൾ എന്തു ചെയ്യണം? തിരുത്തണം. അഥവാ അയാളുടെ വല്ല നഗ്നതയും നമ്മൾ നേരിട്ട് കണ്ടാലോ, കണ്ടതിനെ പറ്റി, സ്വകാര്യതയെ പറ്റി തന്നെ നബി തങ്ങൾ പറയുന്നത്, അത് പറയാതിരിക്കലാണ് നിനക്ക് ഖൈറെങ്കിൽ ആരോടും നീ അത് പറയരുത്. പറയുന്നതിൽ ഖൈറുണ്ട്, ഒന്നുകിൽ അയാളോട് പറഞ്ഞ് തിരുത്തണം, അല്ലെങ്കിൽ നേർക്ക് നേരെ പറയാൻ മടിയാണെങ്കിൽ അയാളോട് പറഞ്ഞ് തിരുത്താൻ പറ്റുന്ന നല്ല ആളുകളോട് പറഞ്ഞ് തിരുത്തണം. മറ്റൊരാളോടും അത് പരസ്യപ്പെടുത്തി ബുദ്ധിമുട്ടാക്കരുത്. അതാണ് തങ്ങൾ പറഞ്ഞത്, മൻ സതറ ഔറത അഖീഹിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ സഹോദരന്റെ നഗ്നത മറച്ചു വച്ചാൽ, കണ്ടിട്ടും നീ അത് പറയാതെ വച്ചാൽ, ഫകഅന്നമാ ഇസ്തഹിയാ മൗഊദതൻ മിൻ ഖബരിഹാ, കുഴിച്ചു മൂടപ്പെട്ട ഒരു കുട്ടിയെ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു കുട്ടിയെ ഖബറിൽ നിന്ന് ജീവൻ നൽകിയിട്ട് തുറന്നു വിട്ടാലുള്ള കൂലി എത്രയാണോ അത്ര കൂലിയാണ് അള്ളാഹു തരുന്നത്. ഒരു ജീവൻ രക്ഷിക്കുന്നത് ചെറിയ കൂലിയുള്ള കാര്യമല്ല, വലിയ കൂലിയാണ്. ഒരു ജീവൻ അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുമ്പോ താങ്ങും തണലുമായി വർത്തിച്ചാൽ അള്ളാഹു അതിന് തരുന്നത് വലിയ ഫലമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ധാരണകൾ നന്നാക്കണം. ഞാൻ ആ വിഷയ സംബന്ധമായി നീട്ടി പറയുന്നില്ല, അതിനോട് അനുബന്ധമായി വരുന്ന വിഷയമാണ്.
വലാ തജസ്സസൂ, നിങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കാൻ പാടില്ല. അറിയുന്ന കാര്യങ്ങൾ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകണം. മറ്റൊരാളുടെ പോരായ്മകളെ പറ്റി ചൂഴ്ന്ന് അന്വേഷിക്കാൻ പാടില്ല. മറ്റൊരാളുടെ പോരായ്മകൾ, എന്തെങ്കിലും ഒരു ചെറിയ വാല് കിട്ടിയാൽ അതിന്റെ അപ്പുറത്തുള്ള വാല്, അതിന്റെ അപ്പുറത്തുള്ള വാല്, നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അറിഞ്ഞിട്ടെന്താ? നിങ്ങൾ പരിഹരിക്കപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്ന ആൾക്കാരുമല്ല. നിങ്ങൾ നാവിട്ടടിക്കാൻ വേണ്ടി നാട്ടിലെ സംഭവം നടന്നു, അതതിന്റെ ഹാലും മാലേറ്റ് പോട്ടെ. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട ആളോട് ചോദിച്ചു, അപ്പുറത്തുള്ള ആളോട് ചോദിച്ചു, ഇപ്പുറത്തുള്ള ആളോട് ചോദിച്ച് അങ്ങേ അറ്റം വരെ ചോദിച്ചു. നിങ്ങൾക്ക് എന്തുണ്ട് ആ ചോദ്യം അന്വേഷിക്കുന്നതിന്റെ പിന്നിൽ? തിരുത്താനാണെങ്കിൽ ഒരു മസ്ലഹത്ത് എന്ന് പറയാം, ഒരു നന്മയുണ്ട് എന്ന് പറയാം. മറ്റൊരാള് പറഞ്ഞു തരുമ്പോ കേൾക്കുന്നതൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കണം, വേണ്ടാന്ന് പറയണം. ഉടനെ തന്നെ പറയണം, എന്നോടത് പറയേണ്ടതില്ല എന്ന് പറയണം. അതുകൊണ്ടാണ് വലാ തജസ്സസൂ, ജാസൂസ് എന്ന് കേട്ടിട്ടില്ലേ? ചാരപ്രവർത്തനം, അത് വലിയ കുറ്റമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തത്തബിഉ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വകാര്യതകൾ നിങ്ങൾ പരിശോധിക്കരുത്. മറ്റൊരാളെ പോരായ്മ നിങ്ങൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ച് കിട്ടുന്നത് വരെ പിടുത്തം വിടാതതിന്റെ പിന്നാലെ കൂടരുത്. ഒന്നുകിൽ അങ്ങനെ കൂടിയാൽ നിങ്ങൾ അവരെ നശിപ്പിക്കും, അല്ലെങ്കിൽ അവര് കാരണമായി നിങ്ങൾ നശിക്കും. രണ്ടാലൊന്നുണ്ടാകും. ഒന്നുകിൽ അവരെ പറ്റി നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞേക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ അന്വേഷണത്തിൽ, നിങ്ങൾ ആ അന്വേഷിച്ചത് കൊണ്ട് നിങ്ങൾക്കുള്ള പോരായ്മകൾ അല്ലാഹു വെളിവാക്കിയേക്കും. അപ്പൊ നിങ്ങൾ കുടുങ്ങും. രണ്ടാലൊന്നാണ് സംഭവിക്കും. അവരെ പറ്റി പറഞ്ഞാലും കുടുങ്ങി, നമ്മൾ അവരെ പറ്റി ഇല്ലാത്ത ധരിച്ചു വെച്ചാൽ അതും നമുക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് ഒരാളെ കൊണ്ടുവന്നു. അയാളെ താടിയിലൂടെ ഖംർ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. താടിയിലൂടെ ഖംർ ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊണ്ടുവന്ന ആള് പറഞ്ഞു, ഇയാള് കുടിച്ചു വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളയാള് കുടിക്കുന്നത് കണ്ടിട്ടില്ല, ഒന്നെങ്കിൽ അയാൾ സമ്മതിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാം. അയാളൊന്നും മിണ്ടുന്നില്ല, മുന്നിൽ വന്നങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോ ചിക്കിച്ചികഞ്ഞ് ചോദിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. ഒന്നുകിൽ അതിന് മതിയായ സാക്ഷികൾ വേണം, അതില്ലല്ലോ, ഇല്ല. നിങ്ങൾ അയാളുടെ ശരീരത്തിൽ നിന്നിങ്ങനെ താടിയിലൂടെ, അത് വേറെ ആരോ തലയിൽ ഒഴിച്ചതും ആകാം, അല്ലെങ്കിൽ ഇനി കുടിച്ചിട്ട് പേച്ച് വന്നതോ, അല്ലെങ്കിൽ വേറെ ആൾ കുടിച്ചിട്ട് ബാക്കി ഒഴിച്ചതോ ഒക്കെ ആകാം. എന്തിനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ ഇയാൾ പറയണം, അല്ലെങ്കിൽ മതിയായ സാക്ഷികൾ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെട്ടാലേ നമുക്കതിന്റെ പിന്നിൽ നടപടിയെടുക്കാൻ പറ്റൂ. അപ്പൊ സഹോദരങ്ങളെ, ഇത് ചെറിയ വിഷയം അല്ല. ചൂഴ്ന്ന് അന്വേഷിക്കുക ചെറിയ വിഷയം അല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമൂഹത്തിന്റെ പുരോഗതി ആലോചിച്ചുകൊണ്ട്, തന്റെ ജനതയുടെ പുരോഗതി ആലോചിച്ചുകൊണ്ട്, നാട് നീള രാത്രി സമയങ്ങളിൽ വിശ്രമമില്ലാതെ അന്വേഷണത്തിന് വേണ്ടി ചുറ്റുന്ന ഒരു ഏർപ്പാട്, ഒരു പരിപാടി ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ട്. രാത്രി സമയത്ത് അങ്ങനെ കറങ്ങി നടക്കും. കൂടെ ആളുകൾ ഉണ്ടാകും, ഒരുപക്ഷെ അല്ലെങ്കിൽ തീരാരും ഉണ്ടാകൂല. ഒരു ദിവസം അങ്ങനെ പോകുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മഹാനവറുകൾ പറയാണ്, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ മദീനയിൽ ഒരു ദിവസം ഞാനും കാവൽക്കാരനായി പോയി. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വിളക്ക് കത്തുന്ന വെളിച്ചം കണ്ടു. ആ വീട്ടിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി. ഉള്ളിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ബൈതു റബീഅത്ത് ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ, ഇത് റബിയയുടെ വീടാണല്ലോ, ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ പുത്രൻ റബിയയുടെ വീടാണല്ലോ. ഇപ്പോൾ അവർ മദ്യപിക്കുകയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്തു ചെയ്യണം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാണ്. മഹാനവർകൾ പറഞ്ഞു, അള്ളാഹു വിലക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് വരുമോ? അള്ളാഹു വിലക്കിയത് എന്താണ്? വലാ തജസ്സസു. അള്ളാഹു പറഞ്ഞില്ലേ ചൂഴ്ന്ന് അന്വേഷിക്കേണ്ടതില്ല. വ്യക്തമായ വിവരം നമുക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ വെളിവായ രീതിയിൽ കാണുകയോ ചെയ്താലല്ലേ
നമ്മൾ നടപടി എടുക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഫൻസറഫ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പിരിഞ്ഞു പോന്നു. വതറകഹും, അവരെ ഉപേക്ഷിച്ചു. ഇത് നമ്മളോട് കൽപ്പിച്ച വിഷയമല്ല എന്ന് പറയുമ്പോഴേക്ക് തിരിച്ചു പോന്നു. സഹോദരിമാരെ, സഹോദരങ്ങളെ, മറ്റൊരാളുടെ രഹസ്യം ചോർത്തരുത്. അത് പറഞ്ഞിട്ടും ചോർത്തരുത്, അല്ലാതെയും ചോർത്തരുത്. ഉപകരണങ്ങളിലൂടെ ഒന്നും ജാസൂസിന്റെ പണിയെടുക്കരുത്. ഉപകരണങ്ങളൊക്കെ ഒരു ചെറിയൊരു ഹൈറത് കൊണ്ടുണ്ട് എന്ന് കരുതിയിട്ട് ചോർത്തുന്ന പരിപാടി. ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം, നല്ല ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണെന്ന് അഭിനയിച്ച് ചോദിക്കും. എല്ലാ സീക്രട്ടുകളും കൊണ്ട് പറഞ്ഞു തന്നാൽ അത് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് മൊത്തം സപ്ലൈ ചെയ്യാം. ഇതിന്റെ പണി എന്താ? അതിന്റെ പണിയാണ് ജാസൂസ്. വേറൊരാളുടെ വിഷയം ചോർത്തുക. അയാള് നമ്മളോടുള്ള ആ ഒരു സാഹോദര്യത്തിന്റെ പേരിൽ വിഷയങ്ങളൊക്കെ പങ്കുവെച്ചു, കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളൊക്കെ പറ്റി ചോദിച്ചപ്പോ അയാൾക്ക് 1-2 തമാശകളൊക്കെ പറഞ്ഞു. അപ്പൊ മറ്റയാളെന്താ കരുതുന്നത്? ഇത് അഴിച്ചു വിട്ടിട്ട് ഈ പറഞ്ഞ ആളെ വഷളാക്കണം. അങ്ങനെ പല വിദ്വാൻമാരും ഉണ്ട്. ഞാൻ പറയുന്നത്, ഒരാളുടെ വാക്ക് തന്നെ നമ്മൾ റെക്കോർഡാക്കുകയാണെങ്കിൽ, അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ അയാളോടൊന്ന് പറയണം. സംസാരിക്കുന്ന വിഷയങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നതും പറയണം. ഒരുപക്ഷെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് അയാൾ പറഞ്ഞത് കൃത്യമാണെങ്കിലും ആ പറഞ്ഞത് മറ്റൊരാൾ കേൾക്കാൻ താല്പര്യപ്പെടാത്തത് നമ്മൾ വിട്ടുകൊടുത്താൽ ഒരു സ്വകാര്യത മറ്റൊരാളിലേക്ക് പകർത്തലാകും. കാതിൽ പറഞ്ഞൊരു സ്വകാര്യ കാതിൽ ഇങ്ങനെ ഓതിക്കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കാതിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോൾ തങ്ങളെ അടുത്ത് ഇരുത്തിയിട്ട് ആദ്യം വലത്തെ കാതിൽ ഒരു കാര്യം മന്ത്രിച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പെടുന്നനെ കരഞ്ഞു. ആ കരച്ചിൽ നിൽക്കാതെ കണ്ടപ്പോൾ മറ്റേ കാതിൽ വേറെ ഒരു സ്വകാര്യം പകർത്തി കൊടുത്തു. ആ സ്വകാര്യം കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷിക്കുന്നതും കണ്ടു. അപ്പൊ ഒരു രൂപത്തിൽ കരയുന്നതും മറ്റൊരു രൂപത്തിൽ സന്തോഷിക്കുന്നതും, 2 അവസ്ഥയും ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്. വിഷയം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഖൈറായിരിക്കുമല്ലോ. വിഷയം അറിയാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ, ഇല്ല, എന്റെ കാതോരം കൈമാറിയ ഒരു സിറല്ലേ, ഞാനത് പറഞ്ഞു തരില്ല. വഫാത്തിന്റെ സന്ദർഭം വരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പറഞ്ഞു, മാ കുന്തു ലിഉഫ്ശിയ സിർറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വകാര്യത ഞാൻ പരത്തൂല. നമ്മളോടൊരാൾ സ്വകാര്യാണെന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്ക് എന്നെ പേടിയാണ്. ഇയാളോട് സ്വകാര്യ എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ കുടുങ്ങുമെന്ന്. ഞാൻ അസ്വകാര്യാന്ന് അപ്പ കേട്ടിട്ട് നമ്മൾ മറ്റൊരാളോട് പറയും, ഇത് സ്വകാര്യാട്ടോ, അയാൾ എന്നോട് സ്വകാര്യ എന്ന് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയാണ് സ്വകാര്യാണ്, ആരോടും പറയണ്ട. സ്വകാര്യം അങ്ങനെയല്ല. സ്വകാര്യതയാക്കി വെക്കണം. അത് വ്യക്തിപരമായ കാര്യങ്ങളുണ്ടാകും, കുടുംബത്തിന്റെ കാര്യങ്ങളുണ്ടാകും, മക്കളുടെ കാര്യങ്ങളുണ്ടാകും, പലതുണ്ടാകും. മറ്റൊരാളിലേക്ക് കൈമാറാൻ പറഞ്ഞതല്ലേ കൈമാറൂ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആരോടും പറയരുത് എന്ന് ഫാത്തിമ ബീവിയോട് പറഞ്ഞിട്ടില്ല. പിന്നെന്തേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാതിരുന്നത്? കാത് പറഞ്ഞതാണല്ലോ. വ്യക്തമായി പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കാറുണ്ട്. അങ്ങനെ ചെറിയ ഒരു വീട് റൂമല്ലേ, കേൾക്കാറുണ്ട്. ഇത് കാതിൽ പറഞ്ഞതാണ്. അപ്പൊ ഇത് എന്നോട് സ്വകാര്യമായി പറഞ്ഞതല്ലേ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹയാത്ത് കാലത്ത് ഞാനത് വെളിവാക്കൂല. വഫാത്തിന്റെ ശേഷം ഒരവസരം കിട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇപ്പോൾ ഞാനത് പറഞ്ഞു തരാം, ഇപ്പോൾ അതിന് സമയമായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. എന്തേ നിങ്ങൾക്കറിയാനുള്ള കാരണം ഒന്നുമല്ല. എന്റെ വലത്തെ കാതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം ഒരു തവണ എന്റെ അടുത്ത് വന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറങ്ങിയ വചനങ്ങളും സൂക്തങ്ങളും അധ്യായങ്ങളും എല്ലാം ഒരു തവണ ഓതിത്തരാറുണ്ട്. ഞാൻ അങ്ങോട്ടും ഓതിക്കൊടുക്കാറുണ്ട്. ഈ വർഷം 2 പ്രാവശ്യം അങ്ങനെ എനിക്ക് വെളിവായിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അവധി അടുത്തിട്ടുണ്ട്, എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാട് ആലോചിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. കാരണം അത് സഹിക്കാൻ പറ്റുന്നില്ല. മഹദി ഇങ്ങനെ കരഞ്ഞ് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടപ്പോ ഒരു സ്വകാര്യം കൂടി പറഞ്ഞു കൊടുത്തു, ഫാത്തിമ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അമാ തർളൈന അൻ തകൂനി സയ്യിദത നിസാഇൽ ജന്ന, സ്വർഗീയസ്ഥരായ സ്ത്രീകളുടെ നേതാവായി നിങ്ങൾ വിരാജിക്കുന്നത് പൊരുത്തമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഞാൻ ഇവിടുന്ന് വിടവാങ്ങിയാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ അടുത്തേക്ക് വരുന്നത് നിങ്ങളാണ് മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 6 മാസം കഴിഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹയും വഫാത്തായല്ലോ. റബീഉൽ അവ്വലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വരുന്ന റമദാനിലും വഫാത്തായി. അത്ര ചുരുങ്ങിയ കാലാവധിയേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ കൂടുതൽ കാലം ഇവിടെ നിൽക്കേണ്ടതില്ലല്ലോ, ഉപ്പാന്റെ അടുത്തേക്ക് എനിക്ക് വേഗം പോകാമല്ലോ, സ്വർഗത്തിലെത്താമല്ലോ, എനിക്ക് സന്തോഷമായി. അപ്പോഴാണ് ഞാനത് ചിരിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. നിങ്ങൾ നോക്ക്, സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് അത് ചില്ലറ കഴിവല്ല. ഉമ്മമാരെ, സഹോദരിമാരെ, മറ്റുള്ളവരുടെ സ്വകാര്യതകൾ മറച്ചു വെക്കാനുള്ള കഴിവ് വേണം. എപ്പോഴും ആ കഴിവ് വേണം. അംർ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മദീനയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിനൊരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങൾ രോഗം ബാധിച്ച് കിടന്നു. ഇടക്കിടക്ക് ഈ ചെറുപ്പക്കാരൻ ആ പെങ്ങളെ പോയി സന്ദർശിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെങ്ങള് മരണപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സഹോദരൻ തന്നെ നിർവഹിച്ചു. ഖബറിൽ ഇറങ്ങിയിട്ട് അതാ പെണ്ണിന്റെ ശരീരം ഖബറിലേക്ക് വെച്ചു, സ്വന്തം പെങ്ങളുടെ ശരീരം. തിരിച്ചു വന്നു നോക്കുമ്പോ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ദീനാറുകളൊക്കെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പൈസ കാണുന്നില്ല. ഖബറിന്റെ ഉള്ളിൽ വീണതായിരിക്കും എന്ന് കരുതി വേറെ 1-2 ആൾക്കാരെയും കൂട്ടിപ്പോയി. ഒറ്റക്ക് പോയി അത് മാന്താൻ പേടിയായിട്ട് ഖബർ മാന്തി ഒരു ഭാഗത്തുനിന്ന് പതുക്കെ ആ പണസഞ്ചി അങ്ങനെ എടുത്തു. പണസഞ്ചി കിട്ടിയപ്പോ പിന്നെ സഹോദരൻ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് മണ്ണ് നീക്കിയാൽ എന്റെ സഹോദരിയുടെ അവസ്ഥ എന്തുണ്ടെന്ന് എനിക്കറിയാലോ. അങ്ങനെ പതുക്കെ ഒന്ന് മണ്ണ് നീക്കിയപ്പോ ഫൈദൽ ഖബറു മുസ്തഇലുൻ നാറാ, ആ ഖബർ കത്തിച്ചൊലിക്കുകയാണ്, തീ പടർന്നു പിടിക്കുകയാണ്. കൊണ്ടുവച്ച ശരീരം ദിവസങ്ങളായിട്ടില്ല, അന്ന് തന്നെയാണ്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, അന്ന് തന്നെയാണ്, പിറ്റേന്നൊന്നും ആയിട്ടില്ല. ഉമ്മാന്റെ അടുത്തേക്ക് വന്നു ഉമ്മാനോട് ചോദിച്ചു, അഖ്ബിരീനി മാ കാന അമലു ഉഖ്തി, എന്റെ സഹോദരിയുടെ പണി എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാമോ? ഉമ്മ പറഞ്ഞു, ഖദ് മാതത് ഉഖ്തുക, നിന്റെ സഹോദരി മരിച്ചുപോയില്ലേ, പിന്നെന്തിനാ നീ ചോദിക്കുന്നത്? പക്ഷേ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഖബറിൽ കണ്ട ദുഃഖകരമായ അവസ്ഥ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, കാന മിൻ അമലിഹാ അന്നഹാ കാനത് തുഅഖിറു സ്വലാത അൻ മവാഖീതിഹാ, നിന്റെ പെങ്ങൾ നിസ്കാരം സമയത്തു തൊട്ട് പിന്തിക്കുന്നൊരു സ്വഭാവക്കാരിയാണ്. അത് മാത്രമല്ല, വകാനത് ഇദാ നാമൽ ജീറാനു ഖാമത് ഇലാ ബുയൂതിഹിം ഫഅൽഖമത് ഉദുനഹാ അബ്വാബഹും, മറ്റുള്ള അയൽവാസികളൊക്കെ ഉറങ്ങിയാൽ, ഉറങ്ങാൻ നേരമായാൽ അവരെ കതകിന്റെ സമീപത്ത് പോയി കാത് കൂർപ്പിച്ചിട്ട് അവര് പറയുന്നത് കേൾക്കും. എന്നിട്ട് ഫതുജസ്സിസു അലൈഹിം, അവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് വ്യക്തമായിട്ടില്ലെങ്കിൽ വീണ്ടും അത് ചൂഴ്ന്ന് അന്വേഷണം നടത്തും. വതുഖ്രിജു അസ്റാറഹും, അവരുടെ സ്വകാര്യതകൾ പുറത്തേക്ക് വിടും. അതുകൊണ്ടാ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന സ്വകാര്യതകൾ നീ നിന്റെ വീട്ടിൽ പറയരുത്.
നിന്റെ വീട്ടിൽ നടക്കുന്ന മെച്ചപ്പെട്ട ഏർപ്പാടുകൾ പറഞ്ഞ് നീ ഇവിടെയും ഇടങ്ങേറുണ്ടാക്കരുത്. രണ്ട് വീട്ടിലും തന്മയത്വത്തോടെ നീ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ ഒരു ചെറിയ ഇല അനങ്ങുന്നത് പോലും നീ അങ്ങോട്ട് കൊത്തിക്കൊടുത്താൽ, ആ വീട്ടിലുള്ള എല്ലാ ഐഡന്റിറ്റിയും കൈമാറിയാൽ വിവാഹിതരല്ലാത്ത പുരുഷന്മാർക്കും നിന്നോട് വെറുപ്പ് വരും. ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും നിന്നോട് വെറുപ്പ് വരും. നീ എല്ലാ വിഷയങ്ങളും അങ്ങനെ കൈമാറേണ്ടതില്ല. ആവശ്യത്തിനുള്ള വിഷയങ്ങൾ, സുഖദുഃഖ വിവരങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നിന്റെ സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ മുഴുവൻ ഐഡന്റിറ്റിയും അതും നീ ഇവിടെ പറയേണ്ടതില്ല, വിളമ്പേണ്ടതില്ല. ആരാന്റെ വീട്ടിൽ പോയിട്ട് കിട്ടിയാൽ, വേറൊരാളിൽ നിന്നുള്ള സംസാരം കിട്ടിയാൽ അത് സൂക്ഷിക്കാനൊരു കഴിവ് വേണം. അത് ചെറിയ കഴിവൊന്നുമല്ല, അത് മറ്റൊരാൾക്ക് പകർത്തി കൊടുക്കുക എളുപ്പമാണ്. ഇപ്പോഴുള്ള കാലത്ത് ഒരു തടസ്സമില്ല. ആ ജാസൂസിന്റെ പണിയെടുക്കരുത്. ആ ചാരപ്പണിയെടുക്കുമ്പോൾ പിന്നെ വരുന്നത് പറച്ചിലാണ്. നിങ്ങൾ അന്യോന്യം കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്. വളരെ കടുത്ത രോഗമാണല്ലോ ഗീബത്ത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കടുപ്പം പറഞ്ഞല്ലോ. അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് വ്യഭിചാരത്തെക്കാളും കടുപ്പമേറിയതാണ്. എന്തേ തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? മറ്റൊന്നുമല്ല, ആ ഹദീസിൽ തന്നെ വിശദീകരിച്ചു. വേശ്യാവൃത്തി നടത്തിയ വ്യക്തി അള്ളാഹുവിനോട് ഖാലിസായ തൗബ ചെയ്താൽ അല്ലത് പുറത്തു കൊടുക്കുമല്ലോ. ഖാലിസായ തൗബ എന്ന് പറഞ്ഞാൽ അത് അടിവരയിട്ട് മനസ്സിലാക്കണം. ചെയ്യാനുള്ള പെർമിറ്റ് തരികയാണെന്ന് ചിന്തിക്കരുത്. ഗീബത്താണ് മോശം എന്നാ ഉസ്താദ് പറഞ്ഞത്, സിനക്ക് കുഴപ്പമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് ദുർവ്യാനിക്കരുത്. രണ്ടും വൻകുറ്റമാണ്. പക്ഷേ ഒന്നൊന്നിനേക്കാൾ കടുപ്പമാകുന്നത് എങ്ങനെ? ഗീബത്ത് പറഞ്ഞവൻ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും പറയപ്പെട്ട വ്യക്തി പൊരുത്തപ്പെടുന്നത് വരെ അവന്റെ കെട്ടഴിയൂല. ആള് മരിച്ചു പോയാലും ആ ഗീബത്ത് പൊറുപ്പിക്കാനുള്ള പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിഹാരം പോലെ ചെയ്യണം. ഗീബത്ത് ചെറിയൊരു കുറ്റായി കാണരുത്, വലിയ കുറ്റമാണ്. നാവിന്റെ വിനകളിൽ ഏറ്റവും വലിയ വിനയാണ് ഗീബത്ത്. എന്താണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന്റെ താരീഫ് പറഞ്ഞിട്ടുണ്ട്. ദിക്റുക അഖാക ബിമാ യക്റഹു. നിന്റെ സുഹൃത്തിനെ പറ്റി, സഹോദരനെ പറ്റി അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ്. അവനിൽ ഉള്ള കാര്യമാകട്ടെ, നീ അത് ഇഷ്ടമില്ലെങ്കിൽ പറയരുത്. നബിയെ, ഞാൻ പറയുന്നത് എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ, ഇൻകാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ്തഹു, ഉണ്ടെങ്കിൽ നീ അത് കുറ്റം പറഞ്ഞു എന്നാ പറയാ. ഇല്ലെങ്കിലോ നീ അതിനെപ്പറ്റി വ്യാജം പറഞ്ഞു, കളവ് പറഞ്ഞു എന്നാ പറയാ. ഉള്ളത് പറയുന്നതിന് തന്നെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നമ്മളെ ഭാഷയിൽ നമ്മൾ എന്ത് പറയും? ഉള്ളത് പറയാട്ടോ എന്ന് പറയും. എന്നാ ഉള്ളത് പറയാട്ടോ എന്ന് പറയുമ്പോ ചില സന്ദർഭങ്ങൾ, അതിന് അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കും. ആ സന്ദർഭങ്ങളിൽ അങ്ങനെ പറയുന്നതും പറയുന്ന ആളും കേൾക്കുന്ന ആളും രണ്ടുപേരും നിയ്യത്ത് നന്നാക്കണമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. രണ്ടുപേരും നിയ്യത്ത് നന്നാക്കണം. എന്തിനാണത്? പറയുന്ന ആളെ നിയ്യത്തും മസ്ലഹത്താകണം, കേൾക്കുന്ന ആളെ നിയ്യത്തും മസ്ലഹത്താകണം. മസ്ലഹത്തായിട്ടില്ലെങ്കിലോ രണ്ടുപേർക്കും ഹറാമിന്റെ കുറ്റം രേഖപ്പെടുത്തപ്പെടും. ഗീബത്ത് ഹറാമാണെന്നതിൽ തർക്കമില്ല. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മുസ്ലിംകളുടെ ഏകോപനം, പണ്ഡിതന്മാരുടെ ഏകോപനം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ മസ്ലഹത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി ചിലത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ചില ഹദീസുകളൊക്കെ വിവരിക്കുമ്പോ പണ്ഡിതന്മാർ പറയും, ആ ഹദീസ് വിവരിച്ചതിൽ ഇന്ന റിപ്പോർട്ടറുണ്ട്, അയാൾക്ക് അവസാന കാലത്ത് കുറച്ച് മറവി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർമ്മക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റൂല അയാളെ ഹദീസ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. എന്തിനാ അങ്ങനെ പഠിപ്പിച്ചു തരുന്നത്? ഇനി ആ ഹദീസിന് ബലപ്പെടുത്തുന്ന വേറെ ഏതെങ്കിലും റിപ്പോർട്ടർമാരെ ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അയാൾ മാത്രം പറഞ്ഞു എന്നുള്ള നിലക്ക് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല. അത് ആ വിഷയം മനസ്സിലാക്കാനാണ്. അതിനാണ് നിരൂപണ ശാസ്ത്രം, ജർഹ് തഅദീൽ എന്ന് പറയും. ആ മേഖലയിൽ അത് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഉപദേശത്തിന്റെ അവസ്ഥയിലും പറയാൻ പറ്റും.
ബാപ്പമാര് പോയിട്ട് ഉസ്താദുമാരോട് പറയും, ഉസ്താദേ നിങ്ങൾ മോളോടൊന്ന് പറയണം, മോനോടൊന്ന് പറയണം, നിസ്കാരത്തിൽ കുറച്ച് പിറകിലാണ്, നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാകും, നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പാണ്, ബഹുമാനമാണ്, പേടിയാണ്, ഒന്ന് നിങ്ങൾ താക്കീത് ചെയ്താൽ പിന്നെ മോൻ മാറൂല. അപ്പൊ ഉസ്താദ് ബാപ്പ പറഞ്ഞ വിഷയം പറയാതെ ഉസ്താദ് പറയും, അല്ല ഇന്നലെ സുബി സ്കെച്ചിട്ടില്ലല്ലേ, സ്കെച്ചില്ലല്ലോ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നേർക്കേറെ നോക്കിയിട്ട് കുട്ടി പറയും, ഇന്നലത്തെ തൽക്കാലം പോയിട്ടുണ്ട് ഉസ്താദ്, എന്നാ ഇനി നാളെ മുതൽ പോകരുതിട്ടോ, ഉറപ്പല്ലേ? ഉറപ്പ്. അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് അവിടെ ഉറക്കാണ്. അപ്പൊ ആ മസ്ലഹത്ത് വിചാരിച്ച് ബാപ്പമാർ പറയുന്നത് പേര് ഗീബത്താണെങ്കിലും അത് അനുവദനീയമാണ്. ഇതേ രൂപത്തിൽ ഭാര്യമാരോട് പറയേണ്ട ചില കാര്യങ്ങൾ ഉമ്മമാരെ നിങ്ങൾ മക്കളോട് പറയും. ആരോട്? ആൺമക്കളോട്. ഭാര്യ കേൾക്കാതെ തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. നീ ഒന്ന് ഉപദേശിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ട് നീ നമ്മൾ രണ്ട് തട്ടിലാകണ്ട, നീ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുള്ളതല്ല, ഒന്ന് ശ്രദ്ധിക്കാനാണ്, ഒന്ന് സൂക്ഷിക്കാനാണ്, മസ്ലഹത്താണ് അവിടെ ഉദ്ദേശം. വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ഒരാൾ വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾക്ക് സമ്മതം കൊടുക്കുകയെന്ന് പറഞ്ഞു. സമ്മതം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ആള് മോശമാണ്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെന്ത് പറച്ചില്ല നബിയെ, സമ്മതം കൊടുക്കാൻ പറയും ചെയ്തു, ആള് മോശമാണെന്ന് പറഞ്ഞു. എന്തിനാപ്പത്? അല്ല, സമ്മതം ഒരാൾ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാന്നുള്ളത് അതൊരു മാന്യതയാണ്. അതാരോന്ന് ചോദിച്ചാൽ കൊടുക്കണം, കൊടുക്കാൻ പറ്റിയ നേരാണെങ്കിൽ. എന്തിനാ പിന്നെ ആള് മോശക്കാരനാന്ന് പറഞ്ഞത്? ഒരാള് വരുമ്പോ നിങ്ങൾക്ക് ഒരു ബഹുമാനം, അയാളുടെ ഒരു അദബുണ്ട്, അത്ര വേണ്ട, നല്ല ഇടപെടകല് വേണ്ട, നിങ്ങളോട് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചതാണ്, അയാളെ കുറവാക്കിയതല്ല. എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയാകുമ്പോ ആ അതിഥിയെ നല്ലോണം നിങ്ങൾ മാനിക്കും, അത് നിങ്ങളുടെ സ്വഭാവ, നല്ലോണം സൽക്കരിക്കും, അത്ര വേണ്ട. ആള് ചെറിയ പെശകുള്ള ആളാണ്, അതുകൊണ്ട് വലിയൊരു താല്ലുക്കും വലിയൊരു ബന്ധമൊന്നും വേണ്ട, വന്നങ്ങനെ കണ്ടുപോയിക്കോട്ടെ, നിങ്ങൾ കേൾക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ അവിടെ ഉദ്ദേശം? നസീഹത്താണ് ഉദ്ദേശം, അത് പറ്റും. അല്ലെങ്കിൽ വിവാഹാലോചനാ സമയത്ത് അത് പ്രത്യേകം പറയേണ്ടതാണ്. എല്ലാം ശരിക്കും ശ്രദ്ധിച്ചോളൂ. അളന്നു മുറിച്ച് പറയണേ, ഒരു വാക്കു ഏറരുത്, സംശയത്തിന്റെ ധ്വനി വരരുത്. ചില സംശയത്തിന്റെ ധ്വനിയൊക്കെ വന്നിട്ട് ഒക്കെ മുടങ്ങി പോകാറുണ്ട്. നമ്മളോട് എന്തേ അവര് പറഞ്ഞ്, അവരിങ്ങനെയൊക്കെ തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആ തരുന്ന് പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയിട്ട് നമ്മൾ ചോദിക്കണം, അത്രക്ക് അവര് തരുമോ? ആ വാക്ക് കൊണ്ടൊരു പക്ഷേ കേൾക്കുന്ന ആൾ വിചാരിക്കും അങ്ങനൊന്നും തരാൻ അവർക്ക് കഴിയൂല കേട്ടോ, അതുകൊണ്ട് അത് വേണ്ട. തരാൻ കഴിയൂല എന്ന അർത്ഥത്തിലല്ല നമ്മൾ പറഞ്ഞത്, അവർക്ക് അതിനൊക്കെ കഴിവുണ്ടല്ലേ എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. പക്ഷെ കേട്ട ആള് മനസ്സിലാക്കിയത് കിട്ടൂല എന്നാണ്. തൽക്കാല പരിപാടിക്ക് മുതിരണ്ട, അപ്പൊ അത് മുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംശയിപ്പിക്കുന്ന വാക്ക് പറയരുത്. ചോദിച്ചാൽ അതിന്റെ കൃത്യമായ രൂപത്തിൽ പറയണം. ആൾ നിസ്കരിക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്ന ആളല്ല. ഇനി ബാക്കിയുള്ള കാര്യം ബാക്കി നിങ്ങൾ അന്വേഷിച്ചോളൂ. നമ്മളോടൊന്ന് ചോദിക്കും ചിലപ്പോഴൊക്കെ, ഉസ്താദെ ആ പൊരക്കാരെങ്ങനെ? പൊരന്റെ ഉള്ളു എനിക്കറിയില്ല, എനിക്ക് പൊരയിൽ ആണുങ്ങൾ അറിയും, അവരിവിടെ ജമാഅത്തിന് വരും, ഇവിടെ ദീനീ ഖിദ്മത്തിലൊക്കെ സംബന്ധിക്കും, നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടും, ദീനിന്റെ ഖാദിമീങ്ങളാണ്, അങ്ങനെ നിങ്ങൾ അസ്വാരസ്യമുള്ള പ്രവർത്തനത്തിൽ അനാവശ്യങ്ങളും പങ്കെടുക്കുന്ന ആളല്ല എങ്കിൽ അത് പറയും. ആള് മോശക്കാരനാണെങ്കിലോ മോശക്കാരനാന്ന് പറയണം. എന്തിനാ കൊടുക്കുന്നത്? എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം? പക്ഷെ ഉള്ളതേ പറയാവൂ. പറയുമ്പോ നമ്മളെ മസ്ലഹത്ത് നിയ്യത്ത് നന്നാക്കണം. ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്തുകയെന്നോ താരടിക്കുകയെന്നോ ഒരു ഉദ്ദേശം പോലും പാടില്ല എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മസ്ലഹത്ത് എന്ന ഉദ്ദേശല്ലേ കാര്യം പോക്കാട്ടോ. പറയുന്നതിൽ കുറ്റം രേഖപ്പെടുത്തപ്പെടും, ഗീബത്തായി രേഖപ്പെടുത്തപ്പെടും. ഈ പറയുന്ന സംഗതിക്കൊക്കെ നിയ്യത്ത് നന്നാക്കണം. അപ്പൊ ആദ്യം നിയ്യത്ത് റെഡിയാക്കിയിട്ട് വേണം പറയാൻ. പടച്ചോനെ, ഞാനിത് പറയുന്നത് ഈ രൂപത്തിൽ ഉദ്ദേശിച്ചിട്ടാണ്, എന്നെ നീ കുറ്റക്കാരനാക്കരുത് എന്ന ഉദ്ദേശം വെച്ചിട്ട്. ഓന്റെ മോൾ അങ്ങനെ കെട്ടിച്ചു പോകണ്ട, ഓന്റെ മോൻ അങ്ങനെ ഒന്നും പെണ്ണിട്ടാനായില്ല, കുറച്ചങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാകരുത്. ആ ഒരു വക ചിന്ത വരരുത്. അല്ലെങ്കിൽ പത്ര പെട്ടൊന്നും കെട്ടിച്ചു വിടേണ്ട ആവശ്യമില്ല, കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അങ്ങനെയാകരുത്. അതൊന്നും ചിന്ത വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്ത് വന്നിട്ട് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ രണ്ടുപേരെ വിവാഹം ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിച്ചു. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് അബുൽ ജഹ്മാണ്. നബി തങ്ങൾ പറഞ്ഞു, അമ്മാ മുആവിയത്തു ഫസുഉലൂകുൻ, ഫാത്തിമ ബീവി മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങളോട് യോജിക്കൂല. ഫസുഉലൂകുൻ പരമസാധുവാണ്, നിങ്ങൾ സാമ്പത്തിക രംഗത്ത് കുറച്ചൊക്കെ ഉന്നതിയുള്ള പെണ്ണല്ലേ, അതിനനുസരിച്ചൊരു പുതിയ പെണ്ണ നോക്കലാ നല്ലത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാർഗനിർദ്ദേശമാണ്.
അബുൽ ജഹ്മോ നബിയെ, അബുൽ ജഹ്മ് നിങ്ങൾക്ക് വേണ്ട. അദ്ദേഹം ഒരിക്കലും വടി പെരടിയിൽ നിന്ന് താഴോട്ട് വെക്കാറില്ല. എന്തെങ്കിലും ഒന്ന് വിഷകിയാൽ നിങ്ങൾക്ക് നല്ല അടി കിട്ടും. അതുകൊണ്ട് നിങ്ങളോടത് ചേരൂല, വേറെ ആളെ നിങ്ങൾ അന്വേഷിച്ചോളൂ. അത് കൃത്യാണ്. അപ്പന് ഒരു ലഫ്ളും ഒരു കലിമത്തും ഏറാൻ പാടില്ല. അന്വേഷണത്തിന് വരുമ്പോ രണ്ട് കാര്യത്തിൽ മനസ്സിലാക്കണം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞത്. ഒന്ന്, നിയ്യത്ത് നന്നാക്കണം പറയുന്ന ആൾക്കാർ. അല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, ഞാൻ ആ വിഷയമായിട്ട് കൂടുതൽ പരിചയമുള്ള ആളാണ്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, നിങ്ങൾ വേറെ നാട്ടുകാരെങ്കിലും ഉള്ളവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. നമുക്കറിയാവുന്ന വിഷയങ്ങൾ പറയുമ്പോ നിയ്യത്ത് നന്നാക്കണം, കൃത്യമായിട്ട് പറയണം. ഇല്ലാത്ത ഒരു വാക്ക് കൂട്ടി പറയാൻ പാടില്ല. ഉള്ള ഒന്ന് മറച്ചു വെച്ചിട്ട് പോകാനും പാടില്ല. ഏത് പഴയ കാലത്ത് ആള് മോശം ഇപ്പൊ പറയണ്ടോ, ഇപ്പോഴുള്ള ആളെ അവസ്ഥ ചോദിക്കുന്നത്. മുമ്പേ 15ാം വയസ്സിൽ മുതൽ ഒരു 20ാം വയസ്സ് വരെ പറ്റ മോശം. അതാരോ ചോദിച്ചോ? ഇപ്പൊ അയാളെ ഹിസ്റ്ററി എന്താ? കല്യാണത്തിന്റെ പക്വതയിലും പ്രായത്തിലും എത്തിയത് ആള് നല്ല ഉഷാറാണ്, നിസ്കാരമുള്ള ആളാണ്, പാപ്പാനിമാരൊക്കെ നോക്കുന്ന ആളാണ്, അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള ആളാണ്, ദീനീ ഖിദ്മത്തിലൊക്കെ സജീവത ഉള്ള ആളാണ്. അത് പറഞ്ഞാൽ മതി. നിങ്ങൾ പഴയ അഡ്രസ്സ് നിങ്ങൾ പറയേണ്ടതില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും പറയണ്ടേ? ആദ്യം സ്വന്തമായിട്ട് പറയാം, ഞാൻ പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു, പിന്നെ നമ്മളെ പിന്നെ അഞ്ചൻ ഇങ്ങനെയായിരുന്നു, പാപ്പ എങ്ങനെയായിരുന്നു, അവരിങ്ങനെയായിരുന്നു, അതൊക്കെ കൂടി പറയേണ്ടി വരും. അതുകൊണ്ട് അനുവദനീയമാകുന്ന മാർഗത്തിൽ തന്നെ ഉള്ളതേ പറയാവൂ. അവിടെ ശരിക്ക് നമ്മളോട് അല്ലാഹു തആല വളരെ ശക്തിയായിട്ടല്ലേ പറയുന്നത്. ഗീബത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് ഈ 3 കാര്യത്തിൽ അല്ലാഹു ഇത്ര ശക്തിയിൽ ചോദിക്കുന്നത്. ധാരണകൾ തിരുത്താൻ വേണ്ടി പറഞ്ഞിടത്തും ഇത്ര കർശനമായി പറഞ്ഞിട്ടില്ല. ജാസൂസ് പണി പറഞ്ഞപ്പോഴും ഇത്ര ഊക്കിൽ പറഞ്ഞിട്ടില്ല. ഗീബത്ത് പറഞ്ഞപ്പോ വലാ യഗ്തബ് ബഅദുകും ബഅദാ, അത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ചോദ്യം കണ്ടില്ലേ? അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹമ അഖീഹി മൈതാ, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്വന്തം സഹോദരന്റെ മാംസം? അതേ, അവൻ നിർജീവമായി കിടക്കുന്ന സമയത്ത് ആ മാംസം ഭക്ഷിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ ഗീബത്ത് പറയുന്നവനെ സാദൃശ്യപ്പെടുത്തിയത് മരിച്ച മനുഷ്യന്റെ മാംസം തിന്നുന്നതിനോടാണ്. മരിച്ച മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ആളെ മാംസം തിന്നാല് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമോ? ഇല്ല. 2 വിഷയങ്ങളാണ് മഹാന്മാരവിടെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്, ഗീബത്തിന് അല്ലാഹു ഉദാഹരണം പറഞ്ഞത് മരിച്ച മനുഷ്യന്റെ മാംസം തിന്നലാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? മരിച്ച് ചത്തതിന്റെ മാംസം തിന്നാൻ ആർക്കും താല്പര്യം ഉണ്ടാകൂല. അതൊരു കോഴിയാകട്ടെ, ഒരു കോഴി ഇങ്ങനെ നല്ല തടിയുള്ള ഒരു കോഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ കോഴി അറുത്തിട്ടതാ, ചത്ത് വീണത്, എന്നാ വേണ്ട, നല്ല ഹലാല. കുറച്ചു മുമ്പാണ് നല്ല അറുത്ത് സുന്ദരമായി കൂട്ടാൻ പറ്റിയ കോഴിയായിരുന്നു. ഇപ്പത് അറുക്കുന്നതിന്റെ മുമ്പ് തന്നെ അത്ര ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് കണ്ടു അങ്ങനെ വീണ മരിച്ചും ചെയ്തു. ഇനി ചെറിയ ഒരു ചലനം പോലും, ഒരു ഹയാത്ത് മുസ്തഖിറ പോലും ബാക്കില്ലാത്ത രൂപത്തിൽ അതിന്റെ പണി കഴിഞ്ഞു. ആ ചത്തതിന്റെ മാംസം തിന്നുന്നത് മുസ്തഖിറാണ്, മ്ലേച്ഛമാണ്, മാലിന്യമാണ്, ആരും ഇഷ്ടപ്പെടൂല. ഇതേ രൂപത്തിലാണ് അൽ ഗീബത്തു ഹറാമുൻ ഫിദ്ദീൻ വഖബീഹുൻ ഫിന്നുഫൂസ്, വളരെ ദുഷിച്ചതാണ്, വളരെ വെറുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരക്കാർക്കുള്ള ശിക്ഷകളൊക്കെ പഠിപ്പിച്ചത് വളരെ ഗൗരവമായിട്ടാണ്. ഇവിടെ തന്നെ മറ്റു പണ്ഡിതന്മാര് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാംസം തിന്നുന്നതിനോട്, മരിച്ചു കിടക്കുന്നതിന്റെ മാംസം തിന്നുന്നതിനോട് ഉപമപ്പെടുത്തി പറഞ്ഞത് വെറുതെയല്ല. കാരണം മാംസം, ചത്ത് കിടക്കുന്നതിന്റെ മാംസം മനുഷ്യൻ തിന്നൽ എപ്പോഴാണ്? നിർബന്ധിതമായ അവസ്ഥയിലാണ്. ഒന്നും കിട്ടാത്തൊരവസ്ഥയിലല്ലേ അത് ഭക്ഷിക്കാറുള്ളത്. ഇതേ രൂപത്തിലാണ് നിർബന്ധിതമായ ഘട്ടത്തിൽ മാത്രമാണ് പറയാൻ പറ്റുന്നത് പറയേണ്ടത്. ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞവരുണ്ട്. അന്നൽ ഇഗ്തിയാബക അക്ലി ലഹ്മിൽ ആദമിയി മൈത, ഒരു മനുഷ്യന്റെ ചത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മാംസം തിന്നതുപോലെയാണ് ഗീബത്ത് പറയൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് ആവശ്യത്തിന്റെ കണക്കനുസരിച്ച് അത്യന്താപേക്ഷിത ഘട്ടത്തിൽ മാത്രമാണ് ചത്ത മാംസം തിന്നൽ മനുഷ്യന് അനുവദനീയമാകുന്നത്. ഒരാള് ഒന്നും തിന്നാൻ കിട്ടാതെ വളരെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ചത്ത് കിടക്കുന്ന ആടിന്റെ ഇറച്ചിയും ഇപ്പുറത്ത് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരവും കണ്ടാൽ എന്താണ് ഭക്ഷിക്കേണ്ടത്?
എന്നാലും അയാൾ മനുഷ്യന്റെ മാംസം ഭക്ഷിക്കാൻ പറ്റൂലല്ലോ. കാരണം മനുഷ്യന്റെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്, ബഹുമാനമുണ്ട്. അയാൾ ആടിന്റെ മാംസം ഭക്ഷിച്ചോട്ടെ എന്നല്ലേ പറയുന്നത്. ഇതേ രൂപത്തിലാണ് അൽ മുഗ്താബു, ഗീബത്ത് പറയുന്നവൻ, ഇൻ വജദ ലിഹാജതിഹി മദ്ഫഅൻ ഗൈറൽ ഗീബ, ഗീബത്തല്ലാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ അവന് കിട്ടിയാൽ അപ്പോൾ പിന്നെ ഗീബത്ത് ഹലാലാകൂല. ഗീബത്തല്ലാത്ത രൂപത്തിൽ വേറെ ഏതെങ്കിലും സ്വരത്തിൽ പറയാൻ പറ്റിയാൽ ആ സ്വരത്തിൽ പറയണം, ഗീബത്തിലേക്ക് കടക്കരുത്. അപ്പൊ നിർബന്ധിതമായ അവസ്ഥയിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഗീബത്ത്, എപ്പോഴും അനുവദിക്കപ്പെട്ടതല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിൽ ചൊയയുള്ള വാക്കുകൾ ആര് പറഞ്ഞാലും ഉടനെ തങ്ങൾ ഗണ്ണിക്കാറുണ്ട്, അവരെ തിരുത്താറുണ്ട്, നന്നാക്കാറുണ്ട്. സ്വന്തം ഭാര്യമാരെ പോലും സ്വഹാബിമാരെ പോലും അത്തരത്തിൽ വിഷയങ്ങൾ പറഞ്ഞാരെയും തങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. ഉടനെ തന്നെ ചികിത്സ സുഖമാക്കിയിട്ടുണ്ട്. എന്തേ ചികിത്സിച്ച് സുഖമാക്കാനുള്ള കാരണം? അതൊരു മാരകമായ രോഗമാണ്. അള്ളാഹു ഈ രൂപത്തിൽ താക്കീത് ചെയ്ത രോഗമാണ്. ആ രോഗം നമ്മൾ ശക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, ഗീബത്ത് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഓ നബിയേ, ഞാനിതാ എനിക്ക് എന്നെ നിങ്ങൾ ഹദ്ദടിക്കണം, ഞാൻ സിന ചെയ്തിരിക്കുന്നു നബിയെ, ഹദ്ദടിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് തലമാറ്റി കളഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ മാറ്റിക്കളഞ്ഞു. 5ാമത്തെ തവണയും പറഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, സിന ചെയ്തു എന്നാണോ പറയുന്നത്? അതേ നബിയെ, സിന ചെയ്തു. സിന എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സിന എന്താണെന്ന് എനിക്കറിയും. ഹറാമായ മാർഗത്തിലൂടെ ഒരു പുരുഷൻ അതാ ഒരു സ്ത്രീയെ സമീപിക്കുന്ന രൂപമാണ്. ഹലാലായ രൂപത്തിൽ ഒരു പുരുഷൻ സമീപിക്കുന്നത് പോലെ ഹറാമായ നിലക്കൊരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശരിക്കും ചോദിച്ചെടുത്ത ശേഷം, എന്ത് ഹദ്ദാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബിയെ, എന്നെ ശുദ്ധിയാക്കി തരണം. അതേ, എനിക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ തങ്ങൾ തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അത് സ്വീകരിച്ച് കുറെ ആദ്യം സൂചനാവാക്യങ്ങളിൽ നിന്ന് അയാൾ മാറിപ്പോയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന അർത്ഥത്തിൽ മാറിക്കളഞ്ഞെങ്കിലും ഇഖ്ലാസ് കൊണ്ട് മുന്നോട്ട് വന്ന് താൻ ചെയ്ത കുറ്റം തുറന്നു പറഞ്ഞപ്പോ അയാളെ എറിയാൻ വേണ്ടി കൽപ്പിച്ചു. കല്ലെറിയപ്പെട്ടു. അങ്ങനെ കല്ലേറ് നടക്കുമ്പോ സ്വഹാബിമാരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, 4 പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, നിങ്ങൾ അങ്ങനെ കരുതിയിട്ടുണ്ടാകൂല, ഇങ്ങനെ കരുതിയിട്ടുണ്ടാകൂല എന്നൊക്കെ പറഞ്ഞ് സത്ർ ചെയ്യുന്ന മാർഗങ്ങൾ, മറച്ചു വെക്കുന്ന മാർഗങ്ങൾ പറഞ്ഞിട്ടും ഇയാളത് തുറന്നു പറഞ്ഞില്ലേ. ഹത്താ റുജിമ റജ്മൽ കൽബ്. 2 സ്വഹാബിമാര് പറയാൻ, നായനെ എറിയും പോലെയല്ലേ ഇപ്പൊ അയാളെ എറിയുന്നത്, വല്ലാത്ത ഏറനെയാണ് എറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ പോകുമ്പോ ആ കൂട്ടത്തിൽ ഇവർ 2 പേരുണ്ട്. കുറെ അങ്ങോട്ട് പോയപ്പോ ഒരു കഴുതയുടെ ശവം ഇങ്ങനെ കണ്ടു. ഇപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഐന ഫുലാനുൻ വ ഫുലാൻ, മറ്റേയാൾ എവിടെയെന്ന് ചോദിച്ചു. അവർ ഓടി വന്ന് നബി തങ്ങൾ വിളിച്ചതല്ലേ, ദാ ഈ കുഴിയിലേക്ക് ഇറങ്ങിക്കോളൂ 2 പേരും, ഈ ശവത്തിൽ നിന്ന് എടുത്ത് കുറച്ച് ഭാഗങ്ങൾ മുറിച്ചെടുത്ത് തിന്നോളൂ എന്ന് പറഞ്ഞു. ശരിക്കും അവരോട് പറഞ്ഞു, ഇറങ്ങിയിട്ട് തിന്നോളൂ. ഉടനെ പറഞ്ഞു, നബിയെ, ഹൽ യുക്കലു ഹാദാ, അത് തിന്നാൻ പറ്റൂലല്ലോ, തങ്ങളെന്താ ഞങ്ങളോട് ഇങ്ങനെ തിന്നാൻ പറയുന്നത്? ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫമാനിൽതുമാ മിൻ അഖീകുമാ ആനിഫാ അശദ്ദു അക്ലം മിൻ ഹാദാ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരനെ തൗബയുടെ മാർഗത്തിലായി ഞാനിവിടെ സിനയുടെ ശിക്ഷ കൊടുത്തു. സ്വഹാബത്ത് കല്ലെറിഞ്ഞയാൾ മരണപ്പെട്ടപ്പോ നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്കില്ലേ, അത് ഈ ശവം തിന്നുന്നതിനേക്കാളും ഗൗരവമുള്ളതാണ്.
നിങ്ങൾക്കറിയുമോ? ഇന്നഹുൽ ആന ലഫീ അൻഹാരിൽ ജന്നത്തി യൻഗമിസു ഫിഹാ. ആ കല്ലെറിയപ്പെട്ട സഹോദരനില്ലേ, ഇപ്പോൾ സ്വർഗത്തിന്റെ നദിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. പറഞ്ഞ നിങ്ങളോ, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിക്കോ. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയത്തും അങ്ങനെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ വന്നവരോടൊക്കെ ഉടനെ മടങ്ങാനും ഉടനെ ആ വിഷയത്തിൽ നിന്ന് മാറാനും പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഗീബത്ത് പറയാൻ തുടക്കം കുറിച്ച ആളായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ അവന്റെ ഗീബത്തിന് അല്ലാഹു തടസ്സം സൃഷ്ടിച്ചു. ആദ്യം ചരിത്രത്തിൽ ഗീബത്ത് പറഞ്ഞ ആൾ ഇബ്ലീസാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഗീബത്ത് പറയാൻ വേണ്ടി ആദ്യം പോയത് എവിടേക്കാ? കടലിന്റെ അടുത്തേക്കാണ്. ഇബ്ലീസ് ഒരു മത്സ്യത്തെ ഇങ്ങനെ വിളിച്ചു. മത്സ്യം ഇങ്ങനെ ഓടി വന്നു. അപ്പൊ ആ മത്സ്യത്തോട് പറഞ്ഞു, പിന്നെ അള്ളാഹു ഇപ്പൊ കുറച്ച് പടപ്പുകളെ പടച്ചിട്ടുണ്ട്, അതിൽ ഒരാളെ പടച്ചു. നിങ്ങളെ മുഴുവൻ ആളുകളെയും വേട്ടയാടി തിന്നുക എന്നുള്ളത് അവർക്കൊരു ഊഴമാണ്, അവർക്കൊരു ഹോബിയാണ്. അതുകൊണ്ട് ഒറ്റ ആളും ഇവിടെ ബാക്കി ഉണ്ടാകൂല. ഇത് പറയാൻ വേണ്ടി ആ മത്സ്യം ഇങ്ങനെ പോയപ്പോഴാണ് മത്സ്യത്തിന് മൊത്തം നാവ് വേണ്ടാന്ന് അള്ളാഹു തീരുമാനിച്ചത്. മത്സ്യത്തിന് നാവുണ്ടോ? ആ, മത്സ്യമൊക്കെ നമ്മളല്ല ഉഷാറത്തുന്നത്. നാവുണ്ടോ നോക്കിയില്ലല്ലോ ഇതുവരെ. നാവ് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. അത് ഗീബത്തിനോടുള്ള എതിർപ്പുണ്ടാണ്. അതുകൊണ്ടാണ് നല്ല ലഹ്മൻ ത്വരിയൻ ഫ്രഷ് മാംസം എന്ന് ഖുർആൻ പറഞ്ഞപ്പോ മത്സ്യം എന്ന് പ്രത്യേകം എണ്ണി പറയാൻ പറഞ്ഞതിന്റെ പിന്നിലുള്ള തഫ്സീർ പറഞ്ഞപ്പോ മഹാന്മാര് പറഞ്ഞു, ദിക്ർ മുടങ്ങാത്ത ഒരു ജീവി, ദിക്ർ ചൊല്ലാനുള്ള ആലത്തായ നാവ് അല്ലാഹു തആല എടുത്തു മാറ്റിയിട്ടും ദിക്ർ ദായിമാക്കുന്ന ഒരു ജീവിയാണ് മത്സ്യം. അതിന് വലിയ പോരിശുണ്ട്, പുണ്യമുണ്ട്. ആ ഗീബത്ത് അപ്പുറത്തേക്ക് കൈമാറിയായിരുന്നു. ആ കിട്ടിയ സന്ദേശം വേണ്ടാന്ന് വെച്ചു. സുബ്ഹാനല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ പറ്റിയാണ് അവൻ തുടക്കം തന്നെ പറഞ്ഞത്. അപ്പൊ ആ പണിയിൽ അല്ലാഹു തആല, നിങ്ങൾ നോക്ക്, മനുഷ്യന്മാർക്കൊക്കെ ഹലാലാക്കി വെച്ച മത്സ്യം ഇങ്ങനെ പറഞ്ഞു വിളമ്പുന്നവരാകരുത് എന്ന് കരുതിയിട്ടല്ലേ മാറ്റിവെച്ചത്. ഞാൻ ഒറ്റ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവമാ പറഞ്ഞത്. വളരെ കടുത്ത ഭാഷയിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഗീബത്ത് പറയാൻ പറ്റിയ ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ചിലരുണ്ട് കെട്ടയിച്ചു വിടുന്ന രീതിയിൽ പറയുന്നത്. അവര് പറയും, ഓനെ പറ്റിയൊക്കെ എത്രയും പറയാം, ഓനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ശിക്ഷിക്കാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ നമ്മൾ പറയരുത്. അങ്ങനെ ഉണ്ട് ചില വമ്പന്മാരെ പറച്ചില്. ഓനൊക്കെ പറ്റി പറഞ്ഞിട്ട് വല്ല ശിക്ഷയും കിട്ടണേ കിട്ടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനല്ല അതിന്റെ ഉദ്ദേശം. ഒരു ഹദീസിലുണ്ട്, മൂന്ന് വ്യക്തികൾ അവരെ പറ്റി പറയുന്നത് ഗീബത്താകൂല എന്ന് ഹദീസിലുണ്ട്. സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഹദീസാണ്. അതിൽ മൂന്നാളെ പറ്റി പറഞ്ഞു, ഇമാമുൽ ജായിറു, അക്രമിയായ ഭരണാധികാരി. അക്രമിയായ ഭരണാധികാരിയെ എല്ലാവരും ഗീബത്ത് പറയില്ലേ? ഭരിക്കുന്ന ഒരു ഭരണാധികാരി അക്രമിയാണ്. അത് അമേരിക്കയിലാണെങ്കിലും നമ്മൾ പറയും. പക്ഷെ ആ പറയുന്നതിനൊരു പരിധി ഉണ്ട്. ആ പറയുന്നത് പരിധി വിട്ടാകരുത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പക്ഷെ പറയേണ്ടി വരും, അല്ലെങ്കിൽ അയാളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ പറയേണ്ടി വരും, പ്രതിഷേധ പ്രകടനം നടത്താൻ പറയേണ്ടി വരും. അവിടെയും ഏറാൻ പാടില്ല, ഒരിക്കലും ഏറാൻ പാടില്ല. രണ്ടാമത്തത് തമ്മാടിത്തരം കൊണ്ട് പരസ്യമാക്കുന്ന ദുർമാർഗി. പരസ്യമായി അവൻ ഷീട്ട് കളിക്കാണ്, പരസ്യമായി ലോട്ടറി എടുക്കാണ്, പരസ്യമായി അവൻ കഞ്ചാവ് വലിക്കാണ്, പരസ്യമായി കള്ളു കുടിക്കുന്നു, പരസ്യമായി അവൻ തോന്നിവാസം ചെയ്യുന്നു. ഇങ്ങനെ ഫിസ്ക് കൊണ്ട് പരസ്യമാക്കുന്ന ഫാസിഖ്. മൂന്നാമൻ വൽ മുബ്തദിഉല്ലദീ യദ്ഉന്നാസ ഇലാ ബിദ്അതിഹി, ബിദ്അത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മുബ്തദിഉ. ആ മുബ്തദിഇനെ പറ്റി പറയുമ്പോഴും എന്ത് നിയത്ത് വേണം? ബിദ്അത്തിൽ നിന്ന് ആളുകളെ മടക്കാനും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനുമാണ് ഈ പറച്ചിൽ. അല്ലാതെ നമുക്കങ്ങനെ അനുവാദം തന്നിട്ടില്ല. ആരെ പറ്റി എന്തും ഇങ്ങനെ പറയാം, എപ്പോഴും ഇങ്ങനെ പറയാം. ഒരു ഗ്രേഡ് കുറച്ച് കുറഞ്ഞാൽ മതി, നമുക്കങ്ങനെ പറയാം. അങ്ങനല്ല. അപ്പോ പറയുന്നിടത്ത് നന്നായി കരുതണം. ഇത്ര ഗൗരവത്തിൽ അല്ലാഹു തആല ഒരു പറച്ചിലിനെ പറ്റിയും ചോദിച്ചിട്ടില്ല. ശവം തിന്നാന്ന് പറഞ്ഞാൽ എത്ര വെറുപ്പുള്ള സംഗതിയാണ്. കൊണ്ടുപോയി കൊടുത്താൽ തന്നെ ആരോ തിന്നു. അതുപോലെ വെറുപ്പ് വേണമെന്നാണ്
ഗീബത്തിന് അതുപോലെ വെറുക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളത് വെറുക്കൂലേ, എന്നാ ഇത് അതിനേക്കാളും വെറുപ്പ് വേണം, അതേ വെറുപ്പ് ഇതിനോടും വേണം. അള്ളാഹു നമ്മുടെ നാവുകൾക്ക് നിയന്ത്രണം തരട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിച്ചു. നമുക്ക് ദുആയിലേക്ക് കടക്കാനായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നിയമമാക്കിയല്ലോ. ആദ്യഘട്ടത്തിൽ നോമ്പ് നിയമമാക്കി. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാ നോമ്പ് നോൽക്കുന്നത്. നോമ്പ് ആദ്യമായിട്ട് നിയമമാക്കാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടടുക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ മുന്നോട്ട് പോകൂല. ആദ്യം തന്നെ നോമ്പ് നോൽക്കല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ നോറ്റ് വന്നോണ്ട് നമുക്ക് പ്രയാസമല്ല. അവര് 25-ാം വയസ്സിൽ ആദ്യമായിട്ടൊരു നോമ്പ് കേൾക്കാണ്, അല്ലെങ്കിൽ 40-ാം വയസ്സിൽ ആദ്യമായിട്ടൊരു നോമ്പ് കേൾക്കാണ്. മുന്നോട്ട് പോകില്ല നബിയെ, നാളെ നോക്കിയാൽ പോരെ. ആ മതി, മുറിച്ചാളി. അസറിന് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ 1 മിനിറ്റ് മുന്നോട്ട് പോയാൽ കാര്യം അപകടം. ഞാൻ അത്ര ക്ഷമിച്ചിട്ടുണ്ട്, അത്താഴൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് ആദ്യമായിട്ടല്ലേ നബിയെ, പോകൂല. എന്നാ നാളെ ആക്കാം. നമ്മൾ കുട്ടികളോട് സാധാരണ പറയില്ലേ, നോമ്പ് പറ്റും. ആ കുട്ടി പറഞ്ഞു, ഞാൻ 3 നോമ്പ് പറ്റുമെന്ന് അറിയും. ഉച്ചയാകുമ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അത് അങ്ങനത്തെ നോമ്പാ. അത് പിറ്റത്തെ കൊല്ലാവുമ്പോ 1 ഫുള്ളായാൽ അൽഹംദുലില്ലാ. എന്റെ കുട്ടി 7-ാം വയസ്സിൽ തന്നെ 1 ഫുള്ളാക്കിയല്ലോ, സന്തോഷം. 8-ാം വയസ്സാകുമ്പോ ഒരു 10 എണ്ണം, അൽഹംദുലില്ലാ. 9 ആകുമ്പോഴേക്ക് 20, 10 ആകുമ്പോഴേക്ക് 30, സന്തോഷായി. അങ്ങനല്ലേ പതുക്കെ പതുക്കെ വളർത്തല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് 40, 50 ഒക്കെ വയസ്സായവരുണ്ട്, അവരോട് ആ ശൈലി സ്വീകരിച്ചു. പക്ഷേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട 2 സഹോദരിമാര് നോമ്പ് നോറ്റ് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവരെ വർത്തമാനം കേട്ടപ്പോ നബി തങ്ങൾ ഒറ്റ തിരിയലും ഇങ്ങോട്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വീണ്ടും വന്ന് ഉറപ്പ് നബി തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു, മെയിൻറ്റെയിൻ ചെയ്തില്ല. വേറുള്ളവര് വന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞു മുറിച്ചാളി എന്ന് പറഞ്ഞു. കയ്യൂല, അപ്പൊ തന്നെ മുറിച്ചാളി എന്ന് പറയും. ഇവരെ 2 ആളെ വർത്താനം പറയുമ്പോ ഗൗരവത്തോടെ ഇങ്ങോട്ടും തിരിയാ ഇങ്ങോട്ടും തിരിയാ, ഒരു മൈൻഡ് ചെയ്യുന്നില്ല. 3-ാമതും 4-ാമതും ഒക്കെ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ സ്വമതാ, ആ 2 പേരും നോമ്പേ നോറ്റിട്ടില്ല. അത്താഴം കഴിച്ച് നോമ്പോറ്റതാണ്, നോമ്പന്നെ നോറ്റിട്ടില്ല. എന്നിട്ട് തങ്ങൾ ചോദിച്ചു, കൈഫ സ്വാമ മൻ ളല്ല യഅകുലു ലുഹൂമന്നാസ്, ജനങ്ങളുടെ മാംസം കൊത്തിവലിക്കുന്ന ആള് എങ്ങനെ നോമ്പ് നോൽക്കാനാണ്? അവരെങ്ങനെ നോമ്പുകാരായിട്ട് കൂട്ടാനാണ്? അവരെങ്ങനെ നോമ്പുകാരായി പരിഗണിക്കാനാണ്? അതുകൊണ്ട് നീ പോകൂ. എന്നിട്ട് അവർ നോമ്പ് നോറ്റവരാണെങ്കിൽ അവരോടൊന്ന് ഛർദിക്കാൻ പറയൂ. അതാ ആ സ്വഹാബി വര്യൻ പോയി അവരോട് ഛർദിക്കാൻ പറഞ്ഞപ്പോ ഫഖാഅത്തു കുല്ലു വാഹിദത്തിൻ മിൻഹുമാ അലഖതൻ അലഖാ, ഓരോരുത്തരും രക്തക്കട്ടയാണ് ഛർദിക്കുന്നത്. സാക്ഷാൽ രക്തക്കട്ട, പച്ച രക്തമാണ്, ശരിക്കും ചോന്ത രക്തം ഇങ്ങനെ കട്ടകട്ടയായി വീഴുകയാണ്. അവരങ്ങനെ ഛർദിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് പറഞ്ഞു, ദാ നബിയെ പാത്രത്തിലേക്ക് അവർ ഛർദിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ്, കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ മാതതാ വഹുമാ ഫീഹിമാ ലഅകലതുഹുമന്നാർ, ഈ രക്തക്കട്ടകൾ ഉള്ളിൽ വെച്ചിട്ടെങ്ങാനും അവര് മരിച്ചാൽ നരകം അവരെ ഭക്ഷിച്ച് കളയുമായിരുന്നു. നരകം അവരെ തൊടണ്ടാന്ന് കരുതിയിട്ട് എന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ഛർദിക്കാൻ പറഞ്ഞതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താ പറഞ്ഞത് അർത്ഥം മനസ്സിലായോ? ഗീബത്ത് പറയുന്നവന്റെ ഉള്ളിൽ കൂടുന്നത് അന്യന്റെ ചോരവും അന്യന്റെ രക്തവും അന്യന്റെ മാംസവുമാണ്. അതിങ്ങനെ ഉള്ളിലേക്ക് തിരികെ കയറ്റിയാല് കൂടുതലൊന്നും ദീർഘായുസുണ്ടാകൂല. പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞാൽ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. ഗീബത്ത് പറയപ്പെട്ട ആളുകൾ മരിച്ചുപോയവരിൽ ഉണ്ടെങ്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരാള്, ഗീബത്ത് പറഞ്ഞൊരാൾ, അയാൾ മരിച്ചുപോയി, പൊരുത്തപ്പെടിക്കാനൊന്നും കഴിഞ്ഞില്ല, എന്ത് ചെയ്യും? ഇനി എല്ലാരും പറഞ്ഞിട്ട് ഓലൊക്കെ മരിക്കാൻ വേണ്ടി കാത്തുക്കണ്ടോ, അതിന് മുമ്പ് തന്നെ പൊരുത്തപ്പെടിച്ച് നന്നാകണം. റമദാനും ഷാബാനൊക്കെ വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ചാൻസിനെ പറ്റി ചോദിച്ചപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾക്ക് വേണ്ടി നീ കരഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യണം. നിന്റെ കരച്ചിലിന്റെ ഇഖ്ലാസിന്റെ ഊക്കുകൊണ്ട്, ശരിയായ വശം കൊണ്ട് അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകിയാൽ അയാളോട് നിനക്കുള്ള കുറ്റബാധ്യതയിൽ നിന്ന് നിന്നെ ഒഴിവാക്കി തരും. അപ്പൊ ഒരിട്ടൊന്നും പോരത്, നല്ലോണം ചെയ്തിട്ട് അയാളെ പാപങ്ങൾ പൊറുപ്പിക്കുമാർ രൂപത്തിൽ കരഞ്ഞ് ഇഖ്ലാസോടെ അള്ളാഹിനോട് അങ്ങ് ദ്വാരക്കണം. നമ്മൾ പറഞ്ഞത് ഒരു വട്ടമാണെങ്കിലും ഒരു വാക്കാണെങ്കിലും ഗൗരവമുള്ളതാണ്, അത് സൂക്ഷിക്കണം. വത്തഖുല്ലാഹ്, പറഞ്ഞ നിർദ്ദേശങ്ങളിലൊക്കെ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു മടക്കം സ്വീകരിക്കുന്നവനാണ്. മടങ്ങി ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.